DD കിസാൻ, മാറുന്ന ഭാരതത്തിന്റെ അഭിമാനം. വിശ്വാസത്തിന്റെ നൂലുകൊണ്ട് നമുക്ക് വീണ്ടും പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരു സ്വപ്നം നെയ്യാം. വയലിൽ നിന്ന് വിപണിയിലേക്ക് നമുക്ക് ഒന്നു ചേർന്ന് മുന്നേറാം. ജയ് ജവാൻ, ജയ് വിജ്ഞാൻ, ജയ് കിസാനിൽ നിന്ന് ജയ് അനുസന്ധാനിലേക്ക് നമുക്ക് മുന്നേറാം. നമുക്കാരംഭിക്കാം നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോ കൃഷി ചൗപ്പാൽ. ഒരു വലിയ കരഘോഷത്തോടെ ഇന്നത്തെ ഷോ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദീർഘവീക്ഷണമുള്ള നേതാവ്, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മന്ത്രം നൽകി. ബാക്ക് ടു ബേസിക് എന്ന മന്ത്രം. അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വെച്ചു. സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിനെ കുറിച്ച്, പ്രകൃതി കൃഷിയെക്കുറിച്ച് ഒരു പുതിയ അവബോധം അദ്ദേഹം സൃഷ്ടിച്ചു. അതിൽ കർഷകർക്ക് എങ്ങനെ പ്രയോജനം നേടാം എന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രകൃതിദത്ത കൃഷിയുടെ നേട്ടങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് വിശദമായി ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇവിടെ ഹരിയാനയിൽ കുരുക്ഷേത്രയിലെ ഈ ഗുരുകുലത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഇവിടെ പ്രകൃതിദത്ത കൃഷിയുടെ എല്ലാ രീതികളും വളരെ വിശദമായ രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കി തരും. ഈ കുരുക്ഷേത്രയിലാണ് മഹാഭാരത യുദ്ധം നടന്നത്. ഈ കുരുക്ഷേത്രയിലാണ് മനു മഹർഷി മനുസ്മൃതി രചിച്ചത്. ബാസ്മതി അരി ഇവിടെ ഈ കുരുക്ഷേത്രയിൽ ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മാത്രമല്ല, നമ്മുടെ പൈതൃകത്തെ മുഴുവൻ ഒരു കുടക്കീഴിൽ കാണണമെന്നുണ്ടെങ്കിൽ കുരുക്ഷേത്രയിൽ വന്നാൽ മതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ചരിത്ര നഗരിയിൽ നിന്ന് നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം. ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗീതോപദേശങ്ങൾ പിറവികൊണ്ട ഈ സ്ഥലത്ത് കുരുക്ഷേത്രയിൽ നമുക്ക് ആരംഭിക്കാം കൃഷി ചൗപ്പാൽ. ശാസ്ത്രം മുതൽ കർഷകർ വരെ. അടുത്തിടെയാണ് നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് ആരംഭിച്ചത്. ചില മുൻഗണനാ മേഖലകളിലായിരിക്കും ഈ ദൗത്യം ആദ്യം നടപ്പിലാക്കുക. ഗംഗാ നദിയുടെ ഇരു കരകളിലുമുള്ള 5 കിലോമീറ്റർ പ്രദേശം സംസ്ഥാനം തീരുമാനിക്കുന്ന പ്രധാന നദികളുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ, സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉയർന്ന രാസവള വിൽപ്പനയുള്ള ജില്ലകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രാസവള വിൽപ്പനക്കുറവുള്ള സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ജില്ലകൾ, ആദിവാസി മേഖലകളുള്ള ജില്ലകൾ, ട്രൈബൽ ഉപപദ്ധതിക്ക് കീഴിലുള്ള ബ്ലോക്കുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം സംസ്ഥാന ഗ്രാമീണ ഉപജീവന മിഷൻ, പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ, FPO, ഒപ്പം സജീവമായ ഗ്രാമപഞ്ചായത്തുകൾക്കും പ്രദേശങ്ങൾക്കും മുൻഗണന നൽകും. കൂടാതെ പ്രാക്ടീസ് ചെയ്യുന്ന പ്രകൃതിദത്ത കർഷകരുള്ള മേഖലകൾക്ക് മുൻഗണന നൽകും. തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ഗ്രാമപഞ്ചായത്തിലും കുറഞ്ഞത് 125 കർഷകരുള്ള 50 ഹെക്ടറോളം വരുന്ന സുസ്ഥിര പ്രദേശം പ്രകൃതി കൃഷി ക്ലസ്റ്ററായി വികസിപ്പിക്കുന്നതായിരിക്കും. ഓരോ ക്ലസ്റ്ററിലും 2 കൃഷി സഖിമാരെയോ കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺമാരെയോ ചുമതലപ്പെടുത്തും. അവർ കർഷകരെയും ATMA-യുടെയും സംസ്ഥാന ഗ്രാമീണ ഉപജീവന മിഷന്റെയും ഉദ്യോഗസ്ഥരെയും FPO-യിലെയും പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിലെയും അംഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരികയും കർഷകരെ പ്രകൃതിദത്ത കൃഷി ചെയ്യുവാനായി സഹായിക്കുകയും ചെയ്യുന്നതാണ്. പ്രദേശത്ത് കൃഷി സഖികളില്ലെങ്കിൽ പ്രകൃതി കൃഷി നടത്തുന്ന ഏതൊരു കർഷകനും കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ ആകാവുന്നതാണ്. പ്രകൃതി കൃഷി ചെയ്യുന്നതിന് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രോത്സാഹന തുകയും നൽകുന്നതാണ്. ഓരോ മാസവും 300 രൂപ പ്രകൃതി കൃഷി ചെയ്യുന്നതിനും കൂടുതൽ കർഷകർക്ക് പരിശീലനം നൽകുന്നതിനും കന്നുകാലികളെ പരിപാലിക്കുന്നതിനും ഇൻപുട്ടുകൾ തയ്യാറാക്കുന്നതിനും ബയോ ഇൻപുട്ട് റിസോഴ്സ് കേന്ദ്രങ്ങളിൽ നിന്ന് പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും നൽകുന്നതാണ്. ഡ്രമ്മുകളും കണ്ടെയ്നറുകളും വാങ്ങുന്നതിനായി ഒറ്റത്തവണ സഹായമായി എല്ലാ വർഷവും 400 രൂപ നൽകുന്നതാണ്. താൽപ്പര്യമുള്ള കർഷകർക്ക് NF മോഡൽ ഡെമോൺസ്ട്രേഷൻ ഫാമുകളിൽ ശാസ്ത്രജ്ഞർ, ഫാർമർ മാസ്റ്റർ ട്രെയിനർമാർ, പ്രാക്ടീസ് ചെയ്യുന്ന പ്രകൃതിദത്ത കർഷകർ, ഒരു ക്ലസ്റ്ററിന് 125 കർഷകർ പരിശീലനം നൽകും. അങ്ങനെ അവർക്ക് പ്രകൃതി കൃഷി ആരംഭിക്കാൻ കഴിയും. പ്രകൃതി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി
ഒരു ലളിതമായ കമ്മ്യൂണിറ്റി സെന്റർ സർട്ടിഫിക്കേഷൻ സംവിധാനവും പൊതു ബ്രാൻഡും സൃഷ്ടിക്കുമെന്ന് കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ഭാഗത്തിന് ശേഷം പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ രേഖപ്പെടുത്തുകയോ എഴുതി വയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ അറിയണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്ന വിശദാംശങ്ങളാണിവ. ഈ ഷോയിലൂടെ നിങ്ങളെ അവ കാണിക്കാനും അത് നിങ്ങൾക്ക് ഗ്രാഫിക്കായി വിശദീകരിക്കാനുമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നമുക്കിപ്പോൾ കൃഷി ചൗപ്പാലിന്റെ ആദ്യ സെഷനുമായി മുന്നോട്ട് പോകാം. ഞങ്ങളുടെ പ്രത്യേക അതിഥികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും അവരോട് സംസാരിക്കുകയും ചെയ്യാം. കൃഷി ചൗപ്പാലിൽ നടക്കുന്ന പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആദ്യ സെഷനിൽ 2 പ്രത്യേക അതിഥികൾ ഞങ്ങളോടൊപ്പം ചേരുന്നു. എന്നോടൊപ്പം ചേരുന്നു ബഹുമാനപ്പെട്ട ഗുജറാത്ത് ഗവർണർ ആചാര്യ ദേവവ്രത് ജി. സാർ, അങ്ങേക്ക് ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒപ്പം തന്നെ നമ്മോടൊപ്പം ചേരുന്നു ഹരിയാനയിലെ കൃഷിമന്ത്രി ശ്യാം സിംഗ് റാണാജി. അങ്ങേക്ക് ഹൃദ്യമായ സ്വാഗതം. നന്ദി. ഏറ്റവും ആദ്യം ഗവർണർ സാർ അങ്ങയിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. സാർ, പ്രകൃതി കൃഷി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നടത്തുന്ന എല്ലാ ശ്രമങ്ങളെക്കുറിച്ചും നമ്മൾ ഇന്ന് സംസാരിക്കും. എന്നാൽ അതിനു മുൻപ് ക്യാമറയ്ക്ക് പിന്നിൽ നടന്ന നമ്മുടെ സംഭാഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാർ, ജൈവ കൃഷിയും പ്രകൃതി കൃഷിയും തമ്മിൽ സാമ്യമുണ്ടോ? സാർ, ഈ ആശയക്കുഴപ്പമൊന്ന് നീക്കാമോ? ഇതിനേക്കാൾ നല്ലൊരു അവസരം ഞങ്ങൾക്ക് കിട്ടാനില്ല. കഴിഞ്ഞ 30-40 വർഷമായി ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും. ജൈവകൃഷിയിൽ നമ്മൾ മണ്ണിൽ ഒരു കുഴിയുണ്ടാക്കി അതിൽ ചാണകപ്പൊടി ഇടുന്നു. അതിൽ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള മണ്ണിരകളെയാണ് ഇടുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇവ ഇറക്കുമതി ചെയ്യുന്നത്. ഐസേനിയ ഫെറ്റിഡ എന്നാണ് അതിൻ്റെ പേര്. അത് മണ്ണ് തിന്നുകയില്ല, പശുവിൻ്റെ ചാണകം മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം നിറയ്ക്കുന്നത് പ്രധാനമായും 2 ഭക്ഷ്യവിളകളാണ്, ഗോതമ്പും അരിയും. ഈ 2 വിളകളുടെയും പൂർണ്ണ ഉൽപ്പാദനം കൈവരിക്കണമെങ്കിൽ 1 ഏക്കറിൽ 7 കിലോഗ്രാം നൈട്രജൻ ആവശ്യമാണ്. 1 ടൺ ചാണകവളത്തിൽ 2 കിലോ നൈട്രജൻ ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടത് 7 കിലോ ആണ്. അങ്ങനെ നോക്കിയാൽ ഏക്കറിന് 300 ക്വിൻ്റൽ ചാണകവളം ആവശ്യമാണ്. ഇത് 70 കിലോ നൈട്രജൻ നൽകും. 1 ഏക്കറിന് 300 ക്വിൻ്റൽ ചാണകം വേണം. അത്രയും ചാണകത്തിന് 30 ഇന്ത്യൻ പശുക്കൾ വേണം. 1 ഏക്കർ ഭൂമിയുള്ള കർഷകൻ അതിൽ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുമോ അതോ 30 ഇന്ത്യൻ പശുക്കളെ വളർത്തുമോ? അതാണ് ജൈവകൃഷിയുടെ യാഥാർത്ഥ്യം. ഇതിനെ ഓർഗാനിക് ഫാമിംഗ് എന്നും വിളിക്കുന്നു. രണ്ടാമതായി, ഇത്രയും വലിയ അളവിൽ ചാണകം വളമായി ഉപയോഗിച്ചാൽ വയലിൽ മീഥെയ്ൻ പോലുള്ള വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് ആഗോളതാപനത്തിന് കാരണമാകും. അപ്പോൾ ജൈവകൃഷിയിലെ രീതി ഇതാണ്. ഇനി എന്താണ് പ്രകൃതി കൃഷി? ഇതിന് ബാഹ്യ ഇൻപുട്ട് ആവശ്യമില്ല. ഇവിടെ ഒരു കുടുംബത്തിന് 1 ഇന്ത്യൻ പശു മാത്രമേ ആവശ്യമുള്ളൂ. 1-2 ഏക്കർ കൃഷിഭൂമിയിൽ ഇന്ത്യൻ പശുവും ഒരു കർഷകനാണെന്ന് പറയാം. അതുപോലെ തന്നെ 4 കർഷകർ ഒരുമിച്ച് ഒരു പശുവിനെ വളർത്തിയാലും ഇതേ ഫലമുണ്ടാകും. പ്രകൃതി കൃഷിയുടെ അടിസ്ഥാന തത്വം എന്താണ്? നിങ്ങൾ കാട്ടിൽ പോയിട്ടുണ്ടാകുമല്ലോ. കാട്ടിൽ എത്ര തരം മരങ്ങളും ചെടികളും ഉണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാ കർഷക സുഹൃത്തുക്കളോടും ഞാൻ ചോദിക്കുകയാണ്, കാട്ടിൽ മരങ്ങൾക്ക് ആരാണ് യൂറിയ ഇടുന്നത്? ആരാണ് DAP ഇടുന്നത്? ആരാണ് കീടനാശിനികൾ പ്രയോഗിക്കുന്നത്? ആരാണ് ചാണകവളം തളിക്കുന്നത്? ആരാണ് ആ ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ പോകുന്നത്? ആരുമില്ല. കാട്ടിലെ മരങ്ങൾ ശരിയായ സമയത്ത് വളരുകയും അതിൽ നിറയെ ഫലങ്ങൾ വളരുകയും ചെയ്യുന്നു. കാട്ടിലെ ഒരു മരത്തിൽ നിന്ന് ഒരു ഇല പൊട്ടിച്ച് ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോകുക. അതിൽ പോഷകങ്ങളുടെ ഒരു കുറവും ഉണ്ടാകില്ല. ഫോസ്ഫർ, സിങ്ക്, പൊട്ടാസ്യം, മാഗ്നീഷ്യം, ഇരുമ്പ്, ചെമ്പ് എല്ലാം അതിലുണ്ടാകും. അത് എവിടെ നിന്ന് വന്നു? പ്രകൃതിയാണ് നൽകിയത്, നേച്ചറാണ് നൽകിയത്. നമ്മൾ ആരംഭിച്ച ഈ കൃഷി സമ്പ്രദായത്തിന് പിന്നിലെ അടിസ്ഥാന കാരണം എന്താണ്? പുറത്തുനിന്ന് പോഷകങ്ങൾ വളമായി വയലിലിടുന്നതല്ലേ? 1960കളിൽ ഡോക്ടർ സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിന് തുടക്കമിട്ടു. ഞങ്ങളതിനെതിരല്ല, അത് കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. എന്നാൽ ഡോക്ടർ സ്വാമിനാഥൻ 2.5 ഏക്കറിൽ 13 കിലോ നൈട്രജൻ ഇടാനാണ് പറഞ്ഞത്. 13 കിലോ. വിളവ് വളരെ കൂടുതലായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? 1 ഏക്കർ കിഴങ്ങ് കൃഷിക്ക് 13 ചാക്ക് വളമാണ് ഇന്ന് കർഷകർ ഇടുന്നത്. 13 കിലോ വളം. എന്തുകൊണ്ടാണ് ഈ വർധനവ് സംഭവിച്ചത്?
ഹരിത വിപ്ലവം ആരംഭിച്ചപ്പോൾ രാജ്യത്തെ മുഴുവൻ ഭൂമിയിലും ജൈവ കാർബണിന്റെ അംശം 2 മുതൽ 2.5% വരെ ആയിരുന്നു എന്നതാണ് ഇതിന് കാരണം. ഒരു കാട്ടിൽ മരങ്ങൾ വളരുന്നതുപോലെ വിളകൾ വളർന്നു. എന്നാൽ ഭൂമിയിൽ ധാരാളം ബാക്ടീരിയകളും സൂക്ഷ്മാണുക്കളും മണ്ണിരകളും ഉണ്ടായിരുന്നു. യൂറിയയും DAPയും കീടനാശിനികളും ഇട്ടപ്പോൾ എല്ലാ ബാക്ടീരിയകളും നശിച്ചുപോയി. എല്ലാ മണ്ണിരകളെയും നമ്മൾ കൊന്നൊടുക്കി. ചെടികൾക്ക് ഭക്ഷണം നൽകുന്ന സൂക്ഷ്മാണുക്കൾ നശിച്ചാൽ പിന്നെ എങ്ങനെയാണ് വിളകൾ വളരുക? സഹോദരീ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രകൃതി കൃഷിയിൽ ഈ സൂക്ഷ്മാണുക്കളെ വളർത്താനായി ഞങ്ങൾ ഉപയോഗിക്കുന്ന വളരെ ലളിതമായ രീതി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ 200 ലിറ്ററിൻ്റെ ഒരു ഡ്രം എടുത്ത് തണലിൽ വയ്ക്കുക. അതിൽ 180 ലിറ്റർ വെള്ളം നിറയ്ക്കുക. ഇന്ത്യൻ പശുക്കളായ സഹിവാൾ, തർപ്പാർക്കർ, റാഠി, ഗീർ, ഹരിയാൻവി, കാംക്രേജ് ഈ ഗുണങ്ങൾ ഈ പശുക്കളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. മറ്റേതെങ്കിലും ഇനം പശുക്കളിൽ ഇല്ല. 1 ഗ്രാം ചാണകത്തിൽ 300 കോടിയിലധികം സൂക്ഷ്മാണുക്കളുണ്ട്. ഗോമൂത്രം ധാതുക്കളുടെ കലവറയാണ്. അതേ ഡ്രമ്മിൽ 24 മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്ന ചാണകം ചേർക്കുക. ഒരു പശു 24 മണിക്കൂറിനുള്ളിൽ 10 കിലോ ചാണകവും 10 കിലോ ഗോമൂത്രവും നൽകുന്നു. അവ ഡ്രമ്മിൽ ചേർക്കുക. കൂടാതെ 1.5 മുതൽ 2 കിലോ വരെ ശർക്കരയും ഏതെങ്കിലും പയറിൻ്റെ പൊടിയും 1.5 മുതൽ 2 കിലോ വരെ പയറും ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് 1/2 കിലോ മണ്ണും ചേർക്കുക. എന്തുകൊണ്ടാണ് വയലിൽ നിന്നുള്ള മണ്ണ് ഉപയോഗിക്കാതെ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് മാത്രമുള്ള മണ്ണ് ഉപയോഗിക്കുന്നത്? അവിടെ യൂറിയയും DAPയും മറ്റ് വിഷങ്ങളും പ്രയോഗിക്കാത്തത് കൊണ്ടാണ് നമ്മൾ മരത്തിൻ്റെ ചുവട്ടിലെ മണ്ണ് ഉപയോഗിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് സൂക്ഷ്മജീവികളുടെ ഒരു നിധി തന്നെ കണ്ടെത്താനാകും. ഇപ്പോൾ പാടങ്ങളിൽ ഒന്നും ബാക്കിയില്ല. അതുകൊണ്ടാണ് ആ മണ്ണ് ഇടരുത് എന്ന് പറഞ്ഞത്. ഇനി ഇവയെല്ലാം മിശ്രിതത്തിലേക്ക് ചേർക്കുക. 6 ദിവസത്തേക്ക് രാവിലെ 5 മിനിറ്റും വൈകുന്നേരം 5 മിനിറ്റും നേരം ഒരു മരത്തവി ഉപയോഗിച്ച് മിശ്രിതം ഇളക്കണം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു ഇന്ത്യൻ പശുവിൻ്റെ 1 ഗ്രാം ചാണകത്തിൽ 300 കോടി സൂക്ഷ്മാണുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ 10 കിലോ ചാണകം ഇട്ടാൽ എത്ര സൂക്ഷ്മാണുക്കൾ ഉണ്ടാകും? 30 ലക്ഷം കോടി സൂക്ഷ്മാണുക്കൾ. ഉപാധ്യായ, നമ്മൾ പ്രോട്ടീനും പയറുപൊടിയും ആ സൂക്ഷ്മജീവികൾക്ക് കഴിക്കാൻ നൽകുന്നു. അവ ശക്തവും ആരോഗ്യകരവുമാകും. നമ്മൾ ചേർത്ത ശർക്കര കാരണം അവ പെരുകുകയും അവയുടെ എണ്ണം കൂടുകയും ചെയ്യും. ബാക്ടീരിയയും സൂക്ഷ്മാണുക്കളുമുള്ള മണ്ണ് നമ്മൾ അതിൽ ചേർത്തു. ടാങ്കിൽ കൾച്ചറിംഗ് നടക്കും. നുരയെ രൂപപ്പെടുകയും വളം രൂപപ്പെടുകയും ചെയ്യും. അവയുടെ എണ്ണം അതിൽ വർദ്ധിക്കും. എത്രത്തോളം വർദ്ധിക്കും? ഡോക്ടർ ബൽജീത് സാരംഗ് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തി. ഈ സൂക്ഷ്മാണുക്കളെ 72 മണിക്കൂർ ഈ ഡ്രമ്മിൽ സൂക്ഷിക്കുമ്പോൾ ഈ സൂക്ഷ്മ ബാക്ടീരിയകളുടെ അളവ് ഇരട്ടിയാകും. ഓരോ 20 മിനിറ്റിലും ഇരട്ടിയാകും. പിന്നീട് നിങ്ങൾ ഈ മിശ്രിതം ഒരു സ്പ്രിംഗ്ലർ ഉപയോഗിച്ചോ വെള്ളത്തിലോ ഡ്രിപ്പായോ വയലിൽ തളിക്കുക. ആകാശത്ത് 78.5% നൈട്രജൻ ഉണ്ട്. മിശ്രിതത്തിലെ സൂക്ഷ്മാണുക്കൾ ആകാശത്തു നിന്ന് നൈട്രജൻ ആഗിരണം ചെയ്യുന്നു. അവയെ ഭക്ഷണമാക്കി മാറ്റി ചെടിയുടെ വേരുകൾക്ക് കൊടുക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കൂ. നമ്മുടെ ഭൂമിയിൽ ഫോസ്ഫറസ്, സിങ്ക്, പൊട്ടാസ്യം, മാഗ്നീഷ്യം, ഇരുമ്പ് എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത് ജൈവികമല്ല. അവ സ്വന്തമായി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഈ സൂക്ഷ്മ ബാക്ടീരിയകൾ ഈ മൂലകങ്ങളെ വിഘടിപ്പിച്ച് ചെടിയുടെ ഭക്ഷണമാക്കി മാറ്റുന്നു. മന്ത്രി സാർ, കർഷകർക്ക് എന്തുകൊണ്ട് പ്രകൃതി കൃഷി ആവശ്യമാണ്? അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ലാഭകരമായ ഒരു ഇടപാടല്ലെന്ന തെറ്റിദ്ധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നതാണ്. പ്രകൃതി കൃഷിയിൽ മൊത്തം പണം നിക്ഷേപിക്കണോ? വീട്ടുകാര്യങ്ങൾ നോക്കണമല്ലോ. പ്രകൃതി കൃഷി എന്തിനു സ്വീകരിക്കണം? ഈ സ്ഥലം പണ്ട് കാടായിരുന്നു. അന്ന് കാട്ടിലാണ് പശുക്കൾ മേഞ്ഞിരുന്നത്. അന്ന് വീടുകളിൽ കാലിത്തീറ്റ സമ്പ്രദായം ഇല്ലായിരുന്നു. അവ പ്രകൃതിയിൽ നടന്ന് പോഷകങ്ങൾ നേടിയത് നമ്മുടെ വളർത്തുമൃഗങ്ങൾ. എന്നാൽ ഭക്ഷ്യക്ഷാമം വർദ്ധിച്ചപ്പോൾ കൂടുതൽ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് ആരംഭിച്ചു. അങ്ങനെ അവർ ധാന്യത്തോടൊപ്പം വളങ്ങളും കൊണ്ടുവന്നു. രാസവളങ്ങൾ എല്ലാ രൂപത്തിലും വരാൻ തുടങ്ങി. അവയുടെ അളവ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രകൃതിയുടെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടു. കൃഷിയിടങ്ങൾ ദുരിതത്തിലായി. അങ്ങനെ ഈ കൃഷിയിടങ്ങളിൽ നമ്മുടെ ആചാര്യജി നിങ്ങളോട് പറഞ്ഞതുപോലെ മണ്ണിലെ ബാക്ടീരിയകൾ നശിച്ചുപോയി. നമ്മുടെ മണ്ണിലുണ്ടായിരുന്ന സൂക്ഷ്മജീവികളെയും മണ്ണിനെ സമ്പുഷ്ടമാക്കി മണ്ണിരകളെയും രാസവളങ്ങൾ ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് രാസവളങ്ങളുടെ ഉപയോഗം നിർത്തി പ്രകൃതി കൃഷിയിലേക്ക് പോയാൽ നമ്മളുടെ വിളവ് കുറയില്ല. ഇപ്പോൾ എനിക്ക് കൃഷിയിടങ്ങളുണ്ട്. വയലിൽ ധാന്യമുണ്ട്. ഗോതമ്പ്, പച്ചക്കറികൾ, ഇലക്കറികൾ, അങ്ങനെ പലതരം വിളകൾ. നമ്മൾ ധാന്യം വിളവെടുക്കുന്നു. കറ്റയും മറ്റും എടുക്കാതെ അത് ഞങ്ങൾ വയലിൽ തന്നെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ വയൽ സ്വയം ആശ്രയിക്കും. അത് സ്വയം പര്യാപ്തമാകും. അങ്ങനെ വരുമ്പോൾ വളങ്ങളുടെ ആവശ്യം ഉണ്ടാകില്ല. ഇപ്പോൾ സാർ എന്തെങ്കിലും ഡേറ്റ ലഭ്യമാണോ? ഈ സംസ്ഥാനത്തെക്കുറിച്ച് ഇവിടെ എത്ര കർഷകർ
പ്രകൃതി കൃഷി ചെയ്യുന്നുണ്ട്. 2022 മുതൽ നമ്മുടെ സർക്കാർ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതിനായി ഒരു പോർട്ടലും ആരംഭിച്ചു. അത് ഉണ്ട്. കൊണ്ടുവന്നിട്ടുണ്ടോ? എന്റെ കയ്യിൽ ഡാറ്റ ഉണ്ട്. മുഴുവനും അതെ, മുഴുവനുമുണ്ട്. 13,473 കർഷകർ ഇതുവരെ പോർട്ടലിൽ ചേർന്നു. 49,430 ഏക്കർ ഭൂമിയിൽ ഇതുവരെ ഈ രീതിയിൽ കൃഷി നിലവിലുണ്ട്. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ ഇതല്ലാതെ മറ്റൊന്നുണ്ട്, ഇനിയുമുണ്ട്. നമുക്ക് ഈ കൃഷി രീതിയിൽ വിശ്വാസമുണ്ടെങ്കിൽ വയലിലെ അവശിഷ്ടങ്ങൾ ഫാമിൽ തന്നെ നൽകി വിളവ് കൊയ്താൽ മതി. പുല്ല് കത്തിക്കരുത്, വയലിൽ തന്നെ ഇടുക. വിളവെടുപ്പിന് ശേഷം അവശേഷിക്കുന്ന ഗോതമ്പിലെ വൈക്കോൽ കത്തിക്കരുത്, അത് വയലിൽ കിടക്കട്ടെ. നമ്മുടെ സർക്കാർ ഇപ്പോൾ പച്ചിലവളം ഇടുന്നത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മൾ പച്ചിലവളം ഉൽപ്പാദിപ്പിക്കുന്നു. പാടങ്ങളിൽ പച്ചിലവളം ഇട്ടാൽ പിന്നെ രാസവളങ്ങളുടെ ആവശ്യമില്ല. കാരണം നമ്മുടെ വിളകൾ പ്രകൃതിയാണ് ആശ്രയിക്കുന്നത്. ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്ന പോലെ അവ പ്രകൃതിയുടെ സഹായത്തോടെ തനിയെ നീങ്ങുന്നു. എന്തുകൊണ്ട് പ്രകൃതിയുടെ സഹായത്തോടെ നമുക്ക് കൃഷി ചെയ്തുകൂടാ? കൃഷി ലളിതമായ ജോലിയാണ്. ഇതിലും കൂടുതൽ സങ്കീർണമായ കാര്യങ്ങൾ പ്രകൃതി കൈകാര്യം ചെയ്യുന്നു. പണ്ടൊക്കെ പ്രകൃതി തന്നെയാണ് വിളകളെ പരിപാലിച്ചിരുന്നത്. വികസനത്തിന്റെ പേരിൽ നാം ഇടപെട്ട് ആ വ്യവസ്ഥിതി മാറ്റുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് വീണ്ടും അതേ സംവിധാനത്തിലേക്ക് മടങ്ങേണ്ടി വരും. ഗവർണർ സാർ, ഇപ്പോൾ ഗുജറാത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഗുജറാത്തിൽ പ്രത്യേകിച്ച് പ്രകൃതി കൃഷിയുടെ കാര്യത്തിൽ ഇവിടെ വികസനം സംഭവിച്ചിട്ടുണ്ട്. അങ്ങേക്ക് നന്നായി അറിയാമല്ലോ സാർ. അവിടെ ദക്ഷിണ ഗുജറാത്തിലെ ഡാങ് ജില്ലയിൽ അവിടം ഇപ്പോൾ പൂർണ്ണമായും രാസവിമുക്തമാണ്. ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ആളുകളെ പ്രചോദനം നൽകുന്നവയാണ് സാർ. പിന്നെ നിങ്ങളുടെ റെക്കോർഡുകൾ പറയുന്നത് ഹിമാചൽ മുതൽ ഗുജറാത്ത് വരെ അങ്ങ് എത്രയോ ശ്രമങ്ങൾ നടത്തി. സാർ, ഡാങ് ജില്ലയെ പോലെ ഭാരതത്തിലെ പല ജില്ലകളും വികസിതമാകണം. അങ്ങനെ ഒരു ബോർഡ് ഉണ്ടാകണം. ഈ പ്രകൃതി മിഷൻ രാജ്യത്തിൽ നിന്നും നമ്മുടെ സർക്കാരിൽ നിന്നും പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ള ദേശീയ മിഷൻ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോട് എന്റെ കടപ്പാട് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രകൃതി കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കിയ അന്നു തൊട്ട് അദ്ദേഹത്തിന് സദാസമയം ഒരേ ഒരു ചിന്തയേ ഉള്ളൂ. അത് ഇന്ത്യൻ കർഷകൻ സ്വയം ആശ്രയിക്കുന്നവരും സമ്പന്നരും പുരോഗമിച്ചവരുമായിരിക്കണം എന്നതാണ്. നമ്മുടെ മണ്ണ് സംരക്ഷിക്കപ്പെടണം, ജലം സംരക്ഷിക്കപ്പെടണം, പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം. ഈ ദിശയിൽ അദ്ദേഹം പ്രകൃതി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇപ്പോൾ അത് പ്രകൃതി കൃഷിയിൽ ദേശീയ മിഷൻ മുന്നോട്ട് വെച്ചു. പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ള ദേശീയ മിഷൻ അടുത്തിടെ ആരംഭിച്ചു. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഞാൻ പലതവണ ഡാങ് ജില്ലയിൽ പോയിട്ടുണ്ട്. ഗുജറാത്തിലെ ആദിവാസി മേഖലയാണിത്. ഈ ഒരു ജില്ലയെ സമ്പൂർണ്ണ രാസവിമുക്തവും പ്രകൃതിദത്ത കാർഷിക ജില്ലയും ആക്കണമെന്ന് ഞാൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ആ ജില്ലയിലെ ഒരു കടകളിലും യൂറിയയും കീടനാശിനി DAPയും കണ്ടെത്താൻ കഴിയുന്നില്ലെന്നും ജില്ല മുഴുവൻ പ്രകൃതിദത്ത കാർഷിക ജില്ലയായി മാറിയെന്നും അറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും. ഗുജറാത്തിൽ ഗുജറാത്ത് മുഴുവനും 5 ഗ്രാമങ്ങൾ വീതമുള്ള ക്ലസ്റ്ററുകളാക്കി മാറ്റി. ആ 5 ഗ്രാമങ്ങളിൽ ഓരോന്നിലും പ്രകൃതി കൃഷി ചെയ്യുന്ന, ഞങ്ങൾ പരിശീലിപ്പിച്ച, വീട്ടിൽ പശുവിനെ വളർത്തുന്ന ഒരു കർഷകൻ ഉണ്ടാകും. പ്രകൃതി കൃഷിയുടെ ഒരു മോഡൽ അദ്ദേഹം തൻ്റെ വീട്ടിലൊരുക്കുന്നു. ഞങ്ങൾ അയാളെ ഒരു മാസ്റ്റർ ട്രെയിനർ ആക്കുന്നു. അയാൾ കൃഷി വകുപ്പിൽ നിന്നുള്ള ഒരാളായിരിക്കണം. ഒരു മാസ്റ്റർ പരിശീലനാകാൻ ഞങ്ങൾ അയാളെ പരിശീലിപ്പിക്കുന്നു. നമ്മുടെ ഗ്രാമങ്ങളിൽ ഗുജറാത്തിലെ ഓരോ പഞ്ചായത്തുകളിലും കുറഞ്ഞത് 75 കർഷകരെങ്കിലും പ്രകൃതി കൃഷിയിൽ ഏർപ്പെടുന്നു എന്നതായിരുന്നു ഫലം. ഇപ്പോൾ ഈ പ്രചാരണം കൂടുതൽ വളരുകയാണ്. കൂടാതെ ഗുജറാത്ത് സർക്കാർ ഈ ദൗത്യത്തിനായി ഒരു ഇന്ത്യൻ പശുവിനെ വളർത്തുന്ന കർഷകന് പ്രതിമാസം 900 രൂപ നൽകുന്നുണ്ട്. ഈ തുക പശുവിന്റെ പരിപാലനത്തിലുള്ള ചെലവെന്ന രീതിയിൽ അവരെ സഹായിക്കുന്നു. ഈ ആനുകൂല്യം നേടിയ 1.86 ലക്ഷം കർഷകരുണ്ട്. ആ, ഇതിനെക്കുറിച്ച് ഞാൻ സ്വയം അതെ, update അതെ, ചെയ്തിട്ടുണ്ട്. തീർച്ചയായും. ഞാൻ നന്നായി ഹോംവർക്ക് ചെയ്തിട്ടാണ് സാർ അത് വന്നത്. കൊള്ളാം, നന്ദി, താങ്ക് യു ഉപാധ്യായ്. സഖി, കൃഷി സഖി. എല്ലാ ഗ്രാമത്തിലും ഒരു സ്ത്രീയെ ഞങ്ങൾ പരിശീലിപ്പിക്കുന്നു. അവൾ സ്വന്തം ഗ്രാമത്തിലെ മറ്റ് സഹോദരിമാരെ പരിശീലിപ്പിക്കുകയും അവരെ ഈ രീതിയിൽ കൈപിടിച്ച് നടത്തുകയും ചെയ്യും. അതുകൊണ്ട് ഈ പ്രചാരണം അടുത്ത വർഷം കൂടുതൽ ശക്തി പ്രാപിക്കും. ഈ സെഷൻ തന്നെ അവസാനിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി സർ, ഹരിയാന കൃഷിക്ക് പേര് കേട്ടതാണ്. പിന്നെ അങ്ങ് സ്വയം ഒരു കർഷകനാണല്ലോ. സർ, ഈ സെഷനിൽ ദയവായി 2 മന്ത്രങ്ങൾ പറഞ്ഞു തരാമോ? ഹരിയാനയിൽ നിന്നുള്ള ഒരു കർഷകൻ പ്രകൃതി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് 2 ഫോർമുലകൾ നൽകാമോ? അങ്ങയുടെ അനുഭവത്തിൽ നിന്ന് അവർക്ക് പഠിക്കാൻ കഴിയും. നോക്കൂ, പ്രകൃതി കൃഷി ചെയ്യുന്ന കർഷകന് അയാളുടെ പശുവിനെ ബ്രാൻഡ് ചെയ്യുമ്പോൾ സർക്കാർ 20,000 രൂപ നൽകുന്നതാണ്.
ഒരു മാസത്തിലോ ഒരു വർഷത്തിലോ? ബ്രാൻഡിങ് ചെയ്തു കഴിയുമ്പോൾ ഓക്കേ, ഓക്കേ. ബ്രാൻഡിങ് ഒരു തവണയല്ലേ ഓക്കേ. ചെയ്യൂ. അപ്പോൾ മുമ്പ് ഞങ്ങൾ നാടൻ പശുവിനെ വളർത്തുന്നവർക്ക് 25,000 രൂപ നൽകിയിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വിളിച്ച സ്ഥിതിക്ക് ഞങ്ങൾ 5,000 രൂപയോടെ കൂട്ടിയിരിക്കുന്നു. വളരെ സന്തോഷം. ഇത് ഞാൻ ബ്രേക്ക് ചെയ്യട്ടെ സാർ. ഇന്ന് ആ. തന്നെ ഇത് ബ്രേക്കിംഗ് ന്യൂസ് ആയി പുറത്തുവിടാം. 30,000. ഹരിയാനയിലെ കൃഷിമന്ത്രി സഹായ നിധി തുക 25,000-ൽ നിന്ന് 30,000-ആയി ഉയർത്തിയിരിക്കുന്നുവെന്ന്. നാടൻ പശുക്കളുടെ ചാണകത്തിന് വേണ്ടി, നാടൻ പശുവിന് ഇതാണ് വേണ്ടി ദൂരദർശൻ കിസാൻ പരിപാടിയുടെ ഒരു പ്രഭാവം. പശുവിനാണ്. ഒരു പശുവിന് അതെ, ഒരു പശു. 25,000-ൽ നിന്ന് 30,000. 30,000. താങ്കൾ ഇത് ആദ്യമായി ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് അനൗൺസ് ചെയ്യുകയാണല്ലേ? അല്ല, ഈ മന്ത്രി. പദ്ധതി നേരത്തെ തന്നെ സർക്കാർ ഇന്ന് ചെയ്യുന്നതാണ്. അങ്ങ് എന്താണ് പക്ഷേ ചെയ്യുന്നത്? ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് ഞാനിത് ഓക്കെ സർ, പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ കരഘോഷത്തോടെ നമുക്ക് ഈ പ്രഖ്യാപനത്തെ സ്വാഗതം ഇക്കാര്യത്തിൽ ചെയ്യാം. പ്രകൃതി കൃഷി ചെയ്യുന്നവർക്ക് പശുക്കളെ നൽകണമെന്നാണ് എൻ്റെ അപേക്ഷ. പ്രകൃതി കൃഷി ചെയ്യുന്നവർക്ക്. പശു പ്രകൃതിയുടെ ഫാക്ടറിയാണ്. അത് ആ. എവിടെ പോയാലും ഓട്ടോമാറ്റിക്കായി അവിടെ പ്രകൃതിയായി മാറും. അപ്പോൾ സർ, അങ്ങേ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടും ദൂരദർശൻ കിസാൻ പരിപാടിയിൽ. നിങ്ങൾ ഇരുവരും നിങ്ങളുടെ വിലപ്പെട്ട സമയം നൽകി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. രണ്ടുപേർക്കും വളരെ നന്ദി സർ. താങ്ക് യു. താങ്ക് യു സോ വെരി മച്ച്. നന്ദി. എല്ലാ കർഷക സഹോദരങ്ങൾക്കും നന്ദി. തൽക്കാലം നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഈ സെഷൻ മുന്നോട്ട് തുടരുന്നതാണ്. ചില പ്രത്യേക അതിഥികൾ നമ്മോടൊപ്പം ചേരുന്നതാണ്. ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളെ കുറിച്ചാണ്, നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ചാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചാണ്. കൃഷി ചൗപ്പാലിന്റെ രണ്ടാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ സെഷനിൽ ചില എക്സ്പേർട്സ് എന്നോടൊപ്പം ഉണ്ടാകും, കർഷകരും എന്നോടൊപ്പം ഉണ്ടാകും. അതായത് നമ്മുടെ ശാസ്ത്രജ്ഞർ കർഷകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകും. അപ്പോഴീ സെഷൻ വീണ്ടും ആരംഭിക്കുകയാണ്. എന്നോടൊപ്പം ചേരുന്നവരെ ഞാൻ പരിചയപ്പെടുത്താം. ഡോക്ടർ എസ് കെ മൽഹോത്ര, കുൽപതി മഹാറാണ പ്രതാപ്, ഹോർട്ടിക്കൾച്ചർ യൂണിവേഴ്സിറ്റി കർണാലിൽ നിന്ന്. സർ, അങ്ങേക്ക് സ്വാഗതം. കൂടാതെ എന്നോടൊപ്പം ചേരുന്നു ഡോക്ടർ JP മിശ്ര, ഡയറക്ടർ അഗ്രികൾച്ചറൽ ടെക്നോളജി ആപ്ലിക്കേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അട്ടാരി, ജോധ്പൂരിൽ നിന്ന്. സർ, അങ്ങേക്ക് സ്വാഗതം. ഏറ്റവും ആദ്യം ഡോക്ടർ മൽഹോത്ര, അങ്ങയിൽ നിന്ന് തുടങ്ങാം. സർ, ഹോർട്ടിക്കൾച്ചർ വിളകളിൽ പ്രകൃതി കൃഷിയുടെ പ്രാധാന്യം നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? അത് എത്ര പ്രധാനമാണ്? നിങ്ങളുടെ അനാലിസിസ് എന്താണ് പറയുന്നത്? കൂടുതൽ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നത് വഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കാം. നമ്മുടെ ഹോർട്ടിക്കൾച്ചറൽ വിളകൾ ഭോഷണത്തിൻ്റെ സുരക്ഷയുടെ ഉത്തരവാദികളാണ്. അപ്പോൾ പോഷകാഹാര സുരക്ഷയെക്കുറിച്ച് പറഞ്ഞാൽ അത് ശരിയായ രൂപത്തിൽ പരിഹരിക്കപ്പെടില്ല. കാരണം വിളകളിൽ മാലിന്യങ്ങൾ ഉണ്ടെങ്കിലോ കീടനാശിനികൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വിവിധ തരം രാസകീടനാശിനികൾ കൊണ്ടുവന്നാലോ പ്രയോജനമില്ല. അപ്പോൾ പ്രകൃതി കൃഷിയിലേക്ക് ഹോർട്ടിക്കൾച്ചർ വിളകൾ ചേർക്കുന്നത് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ഇതിലൂടെ കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യണമെന്നും അവ ആരോഗ്യമുള്ളതായിരിക്കണമെന്നും ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റ് സാധാരണ വിളകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രകൃതി കൃഷിയിലെ ഹോർട്ടിക്കൾച്ചറൽ വിളകൾ ഉയർന്ന മൂല്യമുള്ള വിളകളുടെ പട്ടികയിൽ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ കാരണവും അതാണ്. കൂടാതെ ഈ പ്രകൃതിദത്ത കൃഷിരീതിയെ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അതിലൂടെ ആരോഗ്യകരമായ പഴങ്ങളും പച്ചക്കറികളും ഉപഭോഗത്തിന് സുരക്ഷിതമായി കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പലയിടത്തും അത് വിജയിക്കുകയും ചെയ്യുന്നു. ചണച്ചെടി കൃഷി, കൂൺ ഉൽപ്പാദനം എന്നിവയ്ക്കൊപ്പം തേനീച്ച കൃഷിയുമുണ്ട്. തേനീച്ച വളർത്തലും നടക്കുന്നു. തേൻ ഉൽപ്പാദനവും ഇതിൽ നടക്കുന്നു. അതിനാൽ ഇപ്പോൾ വിവിധ മോഡ്യൂളുകളായി തരംതിരിച്ചിരിക്കുന്ന വിളകളുടെ വിശാലമായ ശ്രേണിയുമുണ്ട്. പ്രകൃതി കൃഷിയിൽ ഈ മോഡ്യൂളുകൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഹോർട്ടിക്കൾച്ചറിൽ നിന്ന് 353 ദശലക്ഷം ടൺ വിളവ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൽ 112 ദശലക്ഷം ടൺ പഴങ്ങളും ബാക്കി 207 ദശലക്ഷം ടൺ പച്ചക്കറികളുമാണ്. അതുകൊണ്ട് 10% കർഷകർ പ്രകൃതി കൃഷി കൈക്കൊണ്ടാലും അത് പ്രകൃതി കൃഷിയിലേക്കുള്ള ഒരു മികച്ച തുടക്കമായിരിക്കും. നമുക്ക് മികച്ച ഉൽപ്പന്നങ്ങൾ ലഭിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ പോലും തീർച്ചയായും ഉൽപ്പന്നങ്ങളുടെ വിലയും വിപണിയിൽ കൂടുതൽ ഉയരുമെന്ന് ഞാൻ പറയും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ഡോക്ടർ മിശ്രയും എന്നോടൊപ്പമുണ്ട്. ഡോക്ടർ മിശ്ര, അട്ടാരി ജോധ്പൂരിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെയുള്ള പ്രകൃതി കർഷകർ, അവരെ എങ്ങനെയാണ് ഈ പ്രകൃതി കൃഷിയിലേക്ക് ആകർഷിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അവരെ തയ്യാറാക്കുന്നത്? അവിടെ നിങ്ങളുടെ മിഷൻ എങ്ങനെ പോകുന്നു? വിവരങ്ങൾ നൽകുക, പരിശീലനം നൽകുക, പ്രോത്സാഹിപ്പിക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്യുക. ഞങ്ങൾ ഈ 3 ജോലികൾ വളരെ അർപ്പണബോധത്തോടെയും വളരെ പുരോഗമനപരമായും പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ 1,00,000 കർഷകർക്ക് പ്രകൃതി കൃഷിയിൽ പരിശീലനം നൽകിയെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും. ഇപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ ഘട്ടം ജൈവ പ്രകൃതി കൃഷിക്കായി എല്ലാ ജില്ലയിലും ഞങ്ങൾ മാസ്റ്റർ ട്രെയിനർമാരെ തയ്യാറാക്കുമെന്നതാണ്. അതെ, ഈ മാസ്റ്റർ ട്രെയിനർ അവരുടെ ജില്ലയിലുടനീളം മറ്റ് കർഷകരെ കാണുകയും അവരെ പ്രകൃതി കൃഷി പരിശീലിപ്പിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാന കാര്യം, അവർ കർഷകർക്ക് ശരിയായ സമയത്ത് വിവരങ്ങൾ നൽകുന്നു എന്നതാണ്. അവിടെ അവർ പ്രകൃതി കൃഷിയിൽ സംഭവിക്കുന്ന പുരോഗതിയെക്കുറിച്ചും ഈ രീതികളിലൂടെ നേടിയ ഫലങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. ഒപ്പം ഈ കാര്യങ്ങൾ കർഷകർക്ക് വിശദീകരിക്കുകയും
അവർ വിവരം മറ്റുള്ളവരിലേക്കും പ്രചരിപ്പിക്കുകയും ചെയ്യും. ബോധവൽക്കരണത്തിൻ്റെ ഒരു ഘടകമാണ് പ്രചരണം. അതിലൂടെ ഞങ്ങൾ ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും കർഷകർക്കിടയിൽ പോയി അവർക്കിടയിൽ പ്രകൃതി കൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. നിരവധി കർഷകർ ഇന്ന് ഞങ്ങളോടൊപ്പം ഇവിടെയുണ്ട്. നമുക്ക് പ്രേക്ഷകരിലേക്ക് പോകാം. ശക്തി സിംഗ് എന്നോടൊപ്പം ചേരുന്നു രോത്തക്കിൽ നിന്ന്. അപ്പോൾ ശക്തി സാർ, സ്വാഗതം അങ്ങയ്ക്ക് കൃഷി ചോപ്പാലിലേക്ക്. നമസ്കാരം സർ. സാർ, പച്ചക്കറികളുടെ കാര്യത്തിൽ അങ്ങ് എന്ത് ശ്രമങ്ങളാണ് ചെയ്യുന്നത്? സർ, ഞാൻ മദീന ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ്. റോത്തക് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് എനിക്ക് പ്രചോദനം ലഭിച്ചത്. ഈ വർഷം ഞങ്ങൾ 20-25 ഇനം വിളകളും ചെടികളും നട്ടുപിടിപ്പിച്ചു. ഞങ്ങളുടെ വീട്ടുതോട്ടങ്ങളിൽ ധാരാളം പച്ചക്കറികളും. ഇപ്പോൾ അളവ് ചെറുതാണ്, എന്നാൽ സമീപഭാവിയിൽ ഞങ്ങൾ കൂടുതൽ കൃഷി ചെയ്യും. നിങ്ങളുടെ ഡോക്ടർ മൽഹോത്രയുടെ പിന്തുണയോടെ 1-2 ഏക്കറിൽ കൂടെ ഞങ്ങൾ കൃഷി ചെയ്യും. ശക്തിജി, ഞാൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് മടങ്ങി വരാം. നന്ദി. ഞങ്ങളോടൊപ്പം ഡോക്ടർ സാറുമുണ്ട്. ഡോക്ടർ മൽഹോത്ര, സത്യത്തിൽ നമ്മൾ ഹോർട്ടിക്കൾച്ചർ വിളകളെ കുറിച്ച് പറയുമ്പോൾ അങ്ങയ്ക്ക് വളരെ മികച്ച അനുഭവങ്ങളുണ്ട്. സാർ, ഈ അനുഭവങ്ങൾ ഓരോ കുട്ടികളിൽ വരെയും എത്തിച്ചേരണം. ഇതാണ് പ്രയോറിറ്റി സാർ. അത് അങ്ങയിൽ മാത്രം ഒതുങ്ങിയാൽ അത് ഇല്ലാതായി തീരും. എങ്ങനെ നമുക്ക് ഈ സന്ദേശം പകർന്നു കൊടുക്കാം സാർ? പ്രകൃതി കൃഷിയുടെ കാര്യത്തിൽ ഞാൻ ഇതിനോടകം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രകൃതി കൃഷിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉപഭോഗത്തിന് സുരക്ഷിതമാണ് എന്നതാണ്. രണ്ടാമതായി, ഇതുവരെ നമ്മൾ ഉൽപ്പാദനത്തെക്കുറിച്ചും പരമാവധി ഉൽപ്പാദനം നേടുന്നതിനെക്കുറിച്ചും സംസാരിച്ചു. എന്നാൽ ഇപ്പോൾ നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കേണ്ട സമയം വന്നിരിക്കുന്നു. അതുകൊണ്ട് വരും വർഷങ്ങളിൽ ഞങ്ങൾ പതിവായി കൃഷി ചെയ്യുന്നത് തുടരും. അതോടൊപ്പം നമ്മുടെ ഇക്കോളജിയെ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതിനെ നമ്മൾ പരിസ്ഥിതി എന്ന് വിളിക്കുന്നു. ഇക്കോളജി എന്ന് പറയുമ്പോൾ പരിസ്ഥിതി എന്ന പദം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും സൂക്ഷ്മജീവികളുടെയും ഒരു വ്യവസ്ഥയാണ്. അവയിൽ ചിലത് നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് ദൃശ്യമാണ്, ചിലത് നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് ദൃശ്യമല്ല. അവയെല്ലാം പരിസ്ഥിതി ശാസ്ത്രത്തിന് കീഴിലാണ് വരുന്നത്. ഇവിടെ എല്ലാവരും ഒരുമിച്ച് ഒരു സമൂഹമായി ജീവിക്കുന്നു. അപ്പോൾ ഈ സമൂഹത്തെ മുഴുവൻ ഒരു വിധത്തിൽ നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രകൃതി കൃഷിയെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. എല്ലാവരിലേക്കും ഈ രീതി പ്രചരിപ്പിക്കേണ്ടത് സാർ, പ്രധാനമാണ്. കുട്ടികൾക്ക് ഇക്കാര്യത്തിൽ താല്പര്യമുണ്ടോ? BSc ഹോർട്ടിക്കൾച്ചർ ഇത് ഒരു പ്രത്യേക വിഷയമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വിദ്യാർത്ഥികൾ പ്രകൃതി കൃഷിയെക്കുറിച്ച് ചിട്ടയായ രീതിയിൽ പഠിക്കുന്നു. വിദ്യാർത്ഥികൾ അവരുടെ കോഴ്സിൽ ഇത് ഒരു പ്രത്യേക പേപ്പറായി പഠിക്കുന്നു. ഡിഗ്രിയിലെ വിഷയം പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അവർക്ക് പ്രകൃതി കൃഷിയുടെ ഗുണങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നാണ്. അതുപോലെ MSc ഹോർട്ടിക്കൾച്ചർ കോഴ്സിൽ ഞങ്ങൾ പഴങ്ങൾ, പച്ചക്കറികൾ, പൂച്ചെടികൾ എന്നിവയെക്കുറിച്ച് പ്രത്യേക വിഷയങ്ങൾ ചേർത്തിട്ടുണ്ട്. പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ള ഗവേഷണത്തിനും അതേക്കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ ഗവേഷണത്തിനും ഞങ്ങൾ കൂടുതൽ ഊന്നൽ നൽകുന്നു. PhDയിലും. അതുകൊണ്ട് ഈ എല്ലാ ഇതാണ് പരിശ്രമങ്ങളും മാറുന്ന ഒരുമിച്ച് ഇന്ത്യയുടെ നോക്കുകയാണെങ്കിൽ യഥാർത്ഥ ചിത്രം. അത് യുവാക്കളുടെ നമ്മുടെ താല്പര്യം കർഷകരിലൂടെ നമുക്ക് ആകർഷിക്കുന്നതിനാണ്. കൂടുതൽ മനസ്സിലാക്കാം. വിജയകുമാർ ജി നമ്മോടൊപ്പമുണ്ട് യമുന നഗറിൽ നിന്നും. വിജയ്ജിക്ക് ഒന്ന് മൈക്ക് കൊടുക്കൂ പ്ലീസ്. വിജയ്ജി, കൃഷി ചൗപ്പാലിലേക്ക് അങ്ങയ്ക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? എല്ലാവർക്കും നമസ്കാരം. അങ്ങ് എന്താണ് ചെയ്യുന്നത്? സർ, ഞാൻ പ്രകൃതി രീതി ഉപയോഗിക്കുന്ന ഒരു പ്രകൃതിദത്ത കർഷകനാണ്. മുമ്പ് ഞാൻ ജൈവ കൃഷി ചെയ്തിരുന്നുവെങ്കിലും അതിൽ നിന്ന് മാറി മികച്ച കൃഷി മാതൃകയായ പ്രകൃതി കൃഷി തുടങ്ങി. ഇവിടെ വന്ന ആചാര്യ ദേവവൃതിജിയുടെ മാർഗനിർദ്ദേശപ്രകാരം ഞാൻ ഒരു മാസ്റ്റർ ട്രെയിനറായും പ്രകൃതി കർഷകനായും പ്രവർത്തിക്കുന്നു. യമുന നഗറിൽ പ്രകൃതി കൃഷിക്ക് കീഴിൽ ഞങ്ങൾ നിരവധി വിളകൾ കൃഷി ചെയ്യുന്നു. ഉദാഹരണത്തിന് ഞങ്ങൾ ജൈവമഞ്ഞൾ വളർത്തുന്നു. ധാന്യങ്ങളുടെ രൂപത്തിൽ ഞങ്ങൾ ഗോതമ്പ്, അരി, അതുപോലെ പച്ചക്കറികൾ എന്നിവയും പഴവർഗ്ഗങ്ങളിൽ നിന്ന് 3-4 പഴങ്ങളും വളർത്തുന്നു. ഞങ്ങൾ അവ നട്ടുവളർത്തുകയും പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നു. മഞ്ഞൾ സംസ്കരിക്കുന്നത് പോലെ പഴങ്ങളും സംസ്കരിച്ച ശേഷം ഞങ്ങൾ പാക്കിങ്ങും ചെയ്യുന്നു. തുടർന്ന് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ രാസവളം കൊണ്ട് കൃഷി ചെയ്യുന്ന സാധാരണക്കാർക്കിടയിൽ വിതരണം ചെയ്യുന്നു. പക്ഷേ പല കർഷകരും പറയുന്നു ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, ഒരു ലാഭവും ഉണ്ടാകുന്നില്ലെന്ന്. വല്ലതും കിട്ടുന്നുണ്ടോ? അല്ല സാർ, അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ കൃഷി രീതിയിൽ ഉൽപാദന ചെലവോ വരുമാനമോ ഇല്ല. പ്രകൃതിദത്ത കൃഷിയിൽ 1 വർഷമോ 2 വർഷമോ കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഈ രീതി പ്രയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടായിരുന്ന ഉൽപാദന നിലവാരത്തിൽ എത്താൻ കഴിയും. അത് ശരി. അപ്പോൾ അതിനർത്ഥം ലാഭമുണ്ടെന്നല്ലേ? അതെ, ലാഭമുണ്ട്. ഈ ലാഭം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. എക്സ്പേർട്സ് നമ്മളോടൊപ്പം ഉണ്ട്. നമ്മോടൊപ്പം മിശ്രാജിയും ഉണ്ട്. മിശ്രാജി സാർ, കർഷകരിലേക്ക് KVKയുടെ ഈ കമ്മ്യൂണിക്കേഷൻ എന്നത്, ഈ ബ്രിഡ്ജ്, ഇത് ശക്തമായി നിലനിൽക്കാനായി എന്തെല്ലാം ശ്രമങ്ങളാണ് ചെയ്യുന്നത് സാർ? പലതരത്തിലുള്ള ശ്രമങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടുതലായി പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമതായി, പഴയ രീതികളുടെ ഒരു വിപുലീകരണം എന്ന നിലയിൽ അത് പ്രധാനമായും മാൻ ടു മാൻ കണക്ഷൻ ആയിരുന്നു. കൂടാതെ ഫിസിക്കൽ കണക്ടിവിറ്റി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. പുതിയ രീതികൾക്കൊപ്പം ഞങ്ങൾ ഇവയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കിസാൻ സാരഥി പോർട്ടലുണ്ട്.
നിലവിൽ ഞങ്ങളുടെ മേഖലയിൽ മാത്രം 54 ലക്ഷം കർഷകർ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടെ ചോദ്യങ്ങളോ സംശയങ്ങളോ ചോദിക്കാം, അല്ലെങ്കിൽ ഈ രീതിയെപ്പറ്റി അവർക്ക് വേണ്ട വിവരങ്ങൾ ചോദിക്കാം. കർഷകർക്ക് അവരുടെ ചോദ്യങ്ങളോ വിവരങ്ങളോ KVK ശാസ്ത്രജ്ഞരോട് ചോദിക്കാം. ഓൺ ക്യാമ്പസ് ഓഫ് ക്യാമ്പസ് പരിശീലനം ഞങ്ങളുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ്. ഇതാണ് KVKയുടെ മാൻഡേറ്റ്. എല്ലാത്തരം കർഷകരെയും പോർട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രകൃതി കൃഷി ചെയ്യുന്ന കർഷകനോ തേനീച്ച വളർത്തുന്നവരോ ഹോർട്ടിക്കൾച്ചർ കർഷകരോ ജീരക കർഷകനോ അല്ലെങ്കിൽ മാതള കൃഷി ചെയ്യുന്നവരോ ആകട്ടെ, അവർക്ക് നൽകുന്ന പരിശീലനത്തിൽ എല്ലാവർക്കും തീർച്ചയായും പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ള ഒരു ക്യാപ്സ്യൂൾ പരിശീലനം നൽകുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. യമുനാ നഗറിൽ നിന്ന് ഭരത് റാം എന്നോടൊപ്പമുണ്ട്. ഭരത് ജി, സ്വാഗതം അങ്ങേക്ക് കൃഷി ചോപ്പാലിലേക്ക്. ഇതൊരു വലിയ പരിപാടിയാണ് സാർ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? സർ, ഒരു കാര്യം വാസ്തവമാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ദൗത്യം കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കലും നികുതി നിരക്ക് കുറയ്ക്കലുമാണ്. ആ ദൗത്യത്തിനായാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്റെ പേര് ഭരത് റാം. ഞാൻ യമുനാ നഗറിൽ നിന്നാണ് വരുന്നത്. ഞാൻ പ്രകൃതി കൃഷിയുടെ ഒരു മാസ്റ്റർ ട്രെയിനറാണ്. ഞാൻ കർഷകരെ പ്രകൃതി കൃഷി പരിശീലിപ്പിക്കുന്നു. എനിക്ക് കൃഷി വകുപ്പ്, ഹോർട്ടിക്കൾച്ചർ വകുപ്പ്, KVK എന്നിവരുടെ പിന്തുണയുണ്ട്. അവരാണ് പിന്തുണ നൽകി എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സർ, ഗുജറാത്തിൽ നിന്നുള്ള ശ്രീ ആചാര്യ ദേവവ്രത്, അദ്ദേഹത്തിന്റെ ദൗത്യം നഗരത്തിലെ പണം ഗ്രാമത്തിലേക്കും ഗ്രാമത്തിലെ പണം ഗ്രാമത്തിൽ തന്നെ നിൽക്കണം എന്നുമാണ്. പ്രകൃതി കൃഷിയിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ. അല്ല, നഗരങ്ങളിലെ പണവും ഗ്രാമത്തിലേക്ക് വരണം. ശരി ശരി, എല്ലാ പണവും ഗ്രാമത്തിലെയും. അതെ സർ, ഞങ്ങൾ ഈ മിഷനിൽ പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾ ഈ മിഷന് കീഴിൽ സർ, ആരും എന്നെ വിശ്വസിച്ചില്ല. ഞാൻ മഞ്ഞൾ നട്ടു. ഞാൻ ഒരു ചൂടിൽ നിന്ന് 4 കിലോ 220 ഗ്രാം മഞ്ഞൾ വിളവെടുത്തു. എനിക്ക് കരിമ്പ് കൃഷിയുമുണ്ട്. അവിടെ ഞാൻ 3 കിലോ 630 ഗ്രാമിന്റെ ഒരു കരിമ്പ് തണ്ട് വിളവെടുത്തു. ഇത് വളരെ ആരോഗ്യകരമാണ്. ഞാൻ അവയിൽ നിന്ന് മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നുണ്ട്. ശരി, രാമേശ്വർജി, എന്തൊക്കെയുണ്ട്? സുഖം തന്നെ സാർ. എനിക്ക് പരമസുഖം, പറഞ്ഞാട്ടെ. പണ്ടൊക്കെ ഒരു കർഷകൻ വിളവെടുക്കണമെങ്കിൽ ആദ്യം പാടത്ത് 50 കിലോ ഗോതമ്പ് വിതയ്ക്കും, എങ്കിൽ മാത്രമേ വിളവ് ലഭിക്കൂ. അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല സാർ. എന്നാൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ മാർക്കറ്റിംഗ് ആണ്. സാധനങ്ങൾ വിറ്റുപോകുന്നില്ല സാർ. 100 കിലോ ഗോതമ്പും 20 കിലോ ചെറുപയറും 20 കിലോ കടലപ്പരിപ്പും ഒരു വർഷത്തോളം ഞാൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. ഒടുവിൽ നിസ്സഹായത കൊണ്ട് ഒരു ചില്ലറ വിൽപ്പനക്കാരൻ്റെ അടുത്ത് പോയി കിലോയ്ക്ക് 100-200 രൂപയ്ക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് അത് വിൽക്കേണ്ടി വന്നു. ഇതിനൊരു പരിഹാരമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ DD കിസാൻ ഷോ ഒരാഴ്ചക്കാലം പതിവായി കാണണം, മുടങ്ങാതെ കാണണം. ഇത് കണ്ടാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒന്ന് കൈയടിക്കൂ. കൃഷി ചൗപ്പാലിന്റെ അവസാനത്തെ സെഷനിലേക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനിൽ എത്തിയിരിക്കുന്നു. കാരണം ഈ സെഗ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട അതിഥികൾ എന്നോടൊപ്പമുണ്ട്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. എന്നോടൊപ്പം ചേരുന്നു ഡോക്ടർ ബൽവന്ത് സിംഗ് മണ്ഡൽ, ഡയറക്ടർ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ, ചൗധരി ചരൺ സിംഗ്, ഹരിയാന കാർഷിക സർവകലാശാല, ഹിസാർ. ഡോക്ടർ ബൽവന്ത്, സ്വാഗതം അങ്ങ്. നമസ്കാരം. കൂടാതെ ഈ സെഷനിൽ ഒപ്പം ചേരുന്നു ഡോക്ടർ ബൽജീത് സഹാരൻ, പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് മൈക്രോബയോളജി, ചൗധരി ചരൺ സിംഗ്, ഹരിയാന കാർഷിക സർവകലാശാല, ഹിസാർ. സർ, അങ്ങേക്ക് സ്വാഗതം. താങ്ക് യു. ഡോക്ടർ ബൽവന്ത്, അങ്ങയിൽ നിന്ന് തന്നെ തുടങ്ങാം. സർ, നിരന്തരം അങ്ങ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. എത്ര വലിയ ദൗത്യമാണ് സർ? 2 വർഷം മുമ്പ് ഇവിടെ ഹരിയാനയിൽ നിറഞ്ഞ സദസ്സുകളിൽ പ്രകൃതി കൃഷിയെക്കുറിച്ച് ഞങ്ങൾ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ കർഷകർ ഞങ്ങളോട് വേണ്ട എന്ന് പറയുമായിരുന്നു. ഇന്ന് അതേ കർഷകർ സന്തോഷത്തോടെ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നു. കർഷകർ ഇപ്പോൾ പ്രകൃതി കൃഷി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പ്ലേറ്റുകളിൽ ആരോഗ്യകരമായ ഭക്ഷണം ആസ്വദിക്കുന്നു. വിപണിയിൽ നിന്ന് അവരുടെ അവകാശമായ 500 രൂപ നോട്ടുകൾ അവർ സന്തോഷത്തോടെ ശേഖരിക്കുന്നു. സർവകലാശാലകളിലെ ശാസ്ത്രജ്ഞർ കൂടുതൽ ഗവേഷണത്തിനുള്ള വഴി കണ്ടെത്തി. പ്രകൃതി കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു സ്റ്റോൾ ഗീതാ ജയന്തി ദിനത്തിൽ സ്ഥാപിക്കാൻ ഈ കർഷകർ ഇപ്പോൾ ഞങ്ങളോട് ഇങ്ങോട്ട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കാർഷിക മേളകളിൽ ഒരു സ്റ്റാൾ ഇടാൻ അവർ ആഗ്രഹിക്കുന്നു. അതും പ്രകൃതി കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ. ദേശീയ തലത്തിൽ നമ്മൾ ഒരു കർഷക മേള സംഘടിപ്പിക്കുമ്പോൾ പ്രധാന തീം ഞങ്ങളുടെ ബാനറിൽ എഴുതി വെക്കുന്നത് നമ്മുടെ വിഷയം പ്രകൃതി കൃഷിയാണ് എന്നാണ്. ഡോക്ടർ ബൽജീത് സഹാരൻ, നമ്മൾ പ്രകൃതി കൃഷിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജീവാമൃത് എന്ന വാക്ക് നമ്മുടെ മനസ്സിൽ വീണ്ടും ഉയർന്നു വരുന്നു. പല സെഷനുകളിലും പല യോഗങ്ങളിലും എല്ലായിടത്തും ഇത് വിശദീകരിക്കപ്പെടുന്നു, പഠിപ്പിക്കുന്നു. സർ, എന്താണ് ഈ ജീവാമൃത്? എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്?
ശ്രീ ഉപാധ്യായ നോക്കൂ, നമ്മൾ പ്രകൃതി കൃഷി ആരംഭിക്കുമ്പോൾ ഒന്നാമതായി ചിന്തിക്കുന്നത് ചെടിക്ക് എങ്ങനെയാണ് പോഷകങ്ങൾ നൽകുന്നത് എന്നാണ്. അപ്പോൾ പോഷകങ്ങൾ നൽകാൻ ഞങ്ങൾക്ക് 2 വഴികളുണ്ട്. അടിസ്ഥാന വഴികൾ ജീവാമൃത്, ഗഞ്ജീവാമൃത് എന്നിവയാണവ. ജീവാമൃത് അതിന്റെ ഭാഗമാണ്. രണ്ടാമത്തെ വശം സസ്യസംരക്ഷണം അല്ലെങ്കിൽ രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ്. അതാണ് രണ്ടാമത്തേത്. അത് മറ്റൊരു വശമാണ്. അപ്പോൾ ജീവാമൃതിനെ കുറിച്ച് പറയാം. ഒരു കർഷകൻ തന്റെ വയലിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കുടമാണ് ജീവാമൃത്. ഇതിനായി കർഷകൻ ഒരു 200 ലിറ്റർ ഡ്രം എടുത്ത് അതിൽ പകുതി വെള്ളം നിറച്ച് 10 കിലോ ചാണകം ചേർക്കുന്നു. അതും ഇന്ത്യൻ പശുക്കളുടെ ചാണകം തന്നെ ചേർക്കണം. എന്നിട്ട് അതിൽ 8 ലിറ്റർ മൂത്രം ചേർക്കുക, അതായത് ഗോമൂത്രം ചേർക്കുക. ശർക്കര 1.5 മുതൽ 2 കിലോ വരെ. കീടനാശിനികളും രാസവസ്തുക്കളും ഉപയോഗിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് 1.5 മുതൽ 2 കിലോഗ്രാം വരെ മാവും 1/2 കിലോ മണ്ണും. നമുക്ക് മരത്തിന്റെ ചുവട്ടിൽ എവിടെ നിന്നും എടുക്കാം, അല്ലെങ്കിൽ അതുവരെ ഉപയോഗിക്കാത്ത നല്ല സിമന്റ് ഉപയോഗിക്കാം. രാവിലെയും വൈകുന്നേരവും മിശ്രിതം ഇളക്കി മൊത്തം 200 ലിറ്റർ അളവിൽ മിശ്രിതം ഉണ്ടാക്കുക. ഒരേക്കറിന് ഈ 200 ലിറ്റർ മതിയാകും. ഇതൊരു കൾച്ചറായി പ്രവർത്തിക്കുന്നു. ഇതൊരു സ്റ്റാർട്ടർ കൾച്ചറായി പ്രവർത്തിക്കുന്നു. ഉദാഹരണത്തിന് വൈകുന്നേരം നമ്മൾ പാൽ ചൂടാക്കി അതിൽ പുളിച്ച എന്തെങ്കിലും ചേർക്കുന്നു. രാവിലെ അത് തൈരായി മാറുന്നു. കാരണം രാത്രിയിൽ പല പ്രതിപ്രവർത്തനങ്ങളും നടക്കുന്നു. അത് നമ്മുടെ ദഹനത്തിന് നല്ലതുമാണ്. നമ്മുടെ പറമ്പിലെ മണ്ണിലും ഇതേ കാര്യം സംഭവിക്കുന്നു. 200 ലിറ്റർ ജീവാമൃതം കൃഷിയിടത്തിലെ മണ്ണിൽ തളിക്കുമ്പോൾ എല്ലാ പ്രതിപ്രവർത്തനങ്ങളും ആരംഭിക്കും. സാർ, വളരെയധികം കാര്യങ്ങൾ അങ്ങയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സാർ, അങ്ങ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരു സർവകലാശാലയിൽ ജോലി ചെയ്യുന്നു. ഈ സർവകലാശാല എങ്ങനെയാണ് വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നത്? സാർ, ഇപ്പോൾ അവർ വളരെ അകലെയാണല്ലോ. ഇപ്പോൾ ബിടെക് ചെയ്യണമെന്നോ ഡോക്ടർ ആവണമെന്നോ ആരും പറയുന്നില്ല. എല്ലാവർക്കും കർഷകരാകണം. മിസ്റ്റർ ഉപാധ്യായ, ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡയറക്റ്റ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷന്റെ കീഴിൽ കൃഷിശാസ്ത്ര കേന്ദ്രങ്ങളുടെ മേൽനോട്ടത്തിൽ ഞങ്ങൾ കർഷകർക്ക് വിദ്യാഭ്യാസം നൽകുന്നു. നിങ്ങൾ എപ്പോഴാണ് ഇത് ആരംഭിച്ചത്? ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് ഒരു സംഖ്യ ഞങ്ങളോട് പറയാമോ? നമ്മുടെ കാർഷിക ശാസ്ത്ര കേന്ദ്രങ്ങളിൽ 400 ട്രെയിനികളുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും 10 പരിശീലനങ്ങൾ നടത്തുന്നു. ഒരു പരിശീലന സെഷനിൽ ഞങ്ങൾ 40 ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കുന്നു. ഒരു വർഷത്തിനുള്ളിൽ ഒരു ജില്ലയിൽ ഞങ്ങളുടെ 400 കർഷകർ മോണിറ്റർമാരായി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ 3 വർഷമായി ഇത് ചെയ്യുന്നു. ഓരോ ജില്ലയിലും ഞങ്ങൾക്ക് ബ്രാൻഡിംഗ് നൽകിയ 100 കർഷകരുണ്ട്. പക്ഷേ ഡോക്ടർ ബൽജീത്, വളരെയധികം കാര്യങ്ങൾ അങ്ങയിൽ നിന്നും അറിയാനുണ്ട്. സാർ, നമ്മൾ പ്രകൃതി കൃഷിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കണം. സാർ, ജൈവ വൈവിധ്യം, പ്രകൃതി കൃഷി, ഈ ആശയങ്ങൾ ദയവായി ഒന്ന് വിശദീകരിക്കാമോ? സാർ, പ്രകൃതി കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ജീവജാലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ജീവനുണ്ട്. നമ്മുടെ മണ്ണ് പോലെ അത് ജൈവമാണ്. അതിൽ ജീവജാലങ്ങളെ കൊന്നാൽ അത് അജൈവമാകും. രാസവസ്തുക്കളും കീടനാശിനികളും മണ്ണിലെ ജീവികളെ കൊല്ലുന്നു. പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അത് പരിഹരിക്കാൻ നമ്മൾ പ്രകൃതി കൃഷിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രകൃതി കൃഷിയിൽ എല്ലാത്തരം ജീവികൾക്കും വളർച്ച പ്രാപിക്കാനുള്ള അവസരം നൽകുന്നു. അതിലെല്ലാത്തരം ജീവജാലങ്ങൾക്കും അവയുടെ പോഷകങ്ങൾ ലഭിക്കുന്നതിന് നമ്മൾ ഒരു സംവിധാനം ഉണ്ടാക്കുന്നു. വ്യത്യസ്ത സീസണുകളിൽ വ്യത്യസ്ത തരം ബാക്ടീരിയകൾ, സൂക്ഷ്മാണുക്കൾ, ഫംഗസുകൾ, ബാക്ടീരിയകൾ, വൈറസുകൾ മുതലായവ പ്രകൃതിയിൽ സജീവമാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാനാകുന്ന പോലെ നമ്മുടെ വിളകളിൽ 96 മുതൽ 97% വരെ തഴച്ചു വളരുന്നത് വായുവും വെള്ളവും കൊണ്ടാണ്. അവയിൽ പ്രവർത്തിക്കുന്ന പോഷകങ്ങൾ 1.5 മുതൽ 2% വരെയാണ്. അവയ്ക്ക് പ്രതിപ്രവർത്തനങ്ങൾ നടത്താനുള്ള ചുമതലയുണ്ട്. ആ പ്രതിപ്രവർത്തനങ്ങളെല്ലാം സൂക്ഷ്മാണുക്കളാണ് ചെയ്യുന്നത്. ഈ സൂക്ഷ്മാണുക്കളിൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന വ്യത്യസ്ത തരം എൻസൈമുകളുണ്ട്. അപ്പോൾ കർഷകർ നമ്മോടൊപ്പം ചേരുന്നു. നമ്മോടൊപ്പം കപിൽ ചേരുന്നു, സോനിപത്തിൽ നിന്ന്. മാസ്റ്റർ ട്രെയിനറാണ്. കപിൽ, സ്വാഗതം അങ്ങേക്ക്. ഞാൻ പ്രകൃതി കൃഷി ചെയ്യുന്ന ഒരു സാധാരണ കർഷകനാണ്. 1.5 ഏക്കറിൽ ഞങ്ങൾ നട്ട മാതൃകയിൽ 8 മുതൽ 10 വരെ ഇനം പേരച്ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ നാരകവും നട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പാടങ്ങളിൽ ഞങ്ങൾ പലതരം വിളകൾ നട്ടുപിടിപ്പിച്ചു. ഉരുളക്കിഴങ്ങ് നട്ടു, മഞ്ഞൾ നട്ടിട്ടുണ്ട്, കരിമ്പ് നട്ടിട്ടുണ്ട്. ഞങ്ങൾ കരിമ്പ് സംസ്കരിച്ച് കൊടുക്കുന്നുമുണ്ട്. പഞ്ചസാര മില്ലിൽ കൊടുക്കാതെ ഞങ്ങൾ അതിൽ നിന്ന് വിനാഗിരി ഉണ്ടാക്കുന്നു. ഞങ്ങൾ ജ്യൂസ് ഉണ്ടാക്കി വിൽക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പേരയ്ക്ക വിപണിയിൽ വിൽക്കാറില്ല. പേരയ്ക്ക പ്രകൃതിദത്തമായതിനാൽ ഫാമിൽ നിന്ന് തന്നെ ഇരട്ടി വിലയ്ക്കാണ് വിറ്റുപോകുന്നത്. അവശേഷിക്കുന്ന പഴങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ വിനാഗിരി ഉണ്ടാക്കുന്നു. പ്രമേഹത്തിനുള്ള ഉത്തമ പ്രതിവിധിയാണിത്. അതുകൊണ്ട് പ്രകൃതിദത്ത കൃഷിയും ഗോമാതാവും കാരണം നമ്മുടെ രാജ്യം ഡോക്ടർ ഈ നയത്തിൻ്റെ ശില്പിയായ സുഭാഷ് പലേക്കർജി, ആചാര്യ ദേവവ്രതജി എന്നിവരോട് നമ്മുടെ രാജ്യം എന്നും കടപ്പെട്ടിരിക്കും. നമ്മുടെ വിളകളെയും തലമുറകളെയും മെച്ചപ്പെടുത്താൻ അവർ പ്രവർത്തിക്കുന്നു. 2 പേരോടും ഞാൻ നന്ദി പറയുന്നു. കൃഷ്ണ പൂനിയയും നമ്മോടൊപ്പമുണ്ട്, ഹിസാറിൽ നിന്ന്. കൃഷ്ണ പൂനിയ. സർ, ഞാൻ അദംപൂർ എന്ന സ്ഥലത്ത് നിന്നാണ്. അവിടെ ജലനിരപ്പ് വളരെ ഉയർന്നതാണ്. അവിടെ മണ്ണിൽ ലവണം കൂടുതലാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളതെന്നും ഇവർക്കറിയാം. അപ്പോൾ നിങ്ങളിവിടെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രകൃതി കൃഷി ഉയർന്ന ജലനിരപ്പ് പോലെയുള്ള നേരിടുന്ന ഞങ്ങളെ പോലെയുള്ള കർഷകർക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കണമെന്നും എൻ്റെ പ്രദേശത്തെ ജനങ്ങളും ഇത്തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അവ പരിഹരിക്കുന്നതിലൂടെ ഞങ്ങളുടെ പ്രദേശത്തെയും പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അവിടെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ? ജലനിരപ്പ് വളരെ ഉയർന്നതാണ് ഞങ്ങളുടെ പ്രശ്നം. വെള്ളത്തിൽ ലവണം അധികമായുണ്ട്. അത് ശരി. കൃഷി ചെയ്യുന്ന ചെടികളോ വിളകളോ എന്തുതന്നെയായാലും അവയിൽ 50% നശിച്ചു പോവുകയാണ്.
ആ പ്രദേശത്ത് കൂടുതൽ മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിക്കാൻ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു. കാരണം നിങ്ങൾ അവയൊക്കെ വെട്ടിക്കളഞ്ഞു. ബൽസാമന്ത്, ഹിസാർ ഏരിയ, അദംപൂർ, ഭിവാനി തുടങ്ങിയ പ്രദേശങ്ങളിലെ ജണ്ട് മരങ്ങൾ വളരെ മികച്ചതായിരുന്നു. ഈ മരങ്ങളുടെ എണ്ണം ഇപ്പോൾ കുറവാണ്. ജോധ്പൂർ കേന്ദ്രം, ധാർ, ശോഭ എന്നീ പുതിയ ഇനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും അത് ആ കുന്നുകളിൽ നടണം. നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കിന്നോ ഓറഞ്ചിൻ്റെയും മൊസംബിയുടെയും തോട്ടങ്ങൾക്ക് സർക്കാർ സബ്സിഡിയുണ്ട്. നിങ്ങൾക്ക് ടാപ്പ് വെള്ളമോ കുഴൽക്കിണർ വെള്ളമോ ഉപയോഗിച്ച് അവ നനയ്ക്കാം. ക്രമേണ നിങ്ങളുടെ വനവിസ്തൃതി വർദ്ധിക്കും. അതിനോടൊപ്പം താഴെയുള്ള വെള്ളം കുറയുകയും ചെയ്യും. ഡോക്ടർ ബൽജീത്, ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സാർ, പ്രകൃതി കൃഷിയിൽ കീടങ്ങളുടെ പ്രശ്നങ്ങൾ, രോഗങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതും ഒരു പ്രശ്നമല്ലേ സാർ? പ്രകൃതിദത്ത കൃഷിയിൽ ഒരു പരിസ്ഥിതി സൃഷ്ടിക്കപ്പെടുന്നു. അതിനെ മൈക്രോ ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നു. ഇവിടെ ഒരു ജീവിയാണ് മറ്റൊരു മൃഗത്തെ നിയന്ത്രിക്കുന്നത്. ഒന്നും അധികമായി ഉണ്ടാകില്ല. ഇന്ന് കാണുന്നത് പോലെ ഇപ്പോൾ നമ്മൾ നെല്ല് നടുകയാണ്. അതിന്റെ ആധിക്യം നിങ്ങൾ കാണും. ചെറുപ്പത്തിൽ ഇത്രയും അധികമായി നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കൂടുതലും ആധിക്യമാണ്. അത് അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു. രണ്ടാമതായി, ഒരു കമ്മ്യൂണിറ്റി മാത്രം ആധിപത്യം പുലർത്തുന്നു. മറ്റൊരു കമ്മ്യൂണിറ്റി ആധിപത്യം പുലർത്തുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. പ്രകൃതി കൃഷി ചെയ്യുമ്പോൾ അത് അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നില്ല. ഒരുതരം സമൂഹം വരുന്നു, അതൊരു കൊടുമുടിയിൽ എത്തുന്നു, പിന്നീട് അത് മരിക്കാൻ തുടങ്ങുന്നു. പിന്നെ മറ്റൊരാൾ വരുന്നു, അത് കൊടുമുടിയിൽ എത്തുന്നു, പിന്നീട് അത് മരിക്കാൻ തുടങ്ങുന്നു. ഒരു രോഗകാരി പ്രത്യക്ഷപ്പെടുകയോ രോഗം പൊട്ടിപ്പുറപ്പെടുകയോ ചെയ്താൽ ഒരുതരം പ്രത്യേക സൂക്ഷ്മാണുക്കൾ പ്രത്യക്ഷപ്പെടുകയും അതിനെ നിയന്ത്രിക്കുന്ന ഒരു സംയുക്തം പുറത്തുവിടുകയും ചെയ്യും. ഒരു സൂക്ഷ്മജീവിയുടെയോ ചെടിയുടെയോ സംയുക്തം മറ്റു സസ്യങ്ങളെയോ സൂക്ഷ്മാണുക്കളെയോ നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെലോപ്പതി. അപ്പോൾ 13 തരം സ്വാഭാവിക പ്രക്രിയകളുണ്ട്. ജൈവ പരിവർത്തനങ്ങൾ അവ ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നു. നിങ്ങൾ പ്രകൃതി കൃഷി ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ സ്വാഭാവികമായി നടക്കും. വിജയ് സിംഗ് നമ്മോടൊപ്പമുണ്ട് പാനിപ്പത്തിൽ നിന്ന്. വിജയ്, അങ്ങേക്ക് സ്വാഗതം. എന്താണ് ചെയ്യുന്നത്? ഞാൻ പ്രകൃതി കൃഷിയാണ് ചെയ്യുന്നത്. എൻ്റെ പേര് വിജയ്. ഞാൻ പാവത്തി ഗ്രാമത്തിൽ നിന്നാണ്. ജില്ല പാനിപ്പത്താണ്. ബ്ലോക്ക് സമൽക്കയാണ്. നിങ്ങൾ ഞങ്ങളോട് ഈ കൃഷിരീതിയെക്കുറിച്ച് പറഞ്ഞു. വേദിയിലെ ബഹുമാനപ്പെട്ട അതിഥികൾ അത് വിശദീകരിച്ചു. ഇതിൻ്റെ ഏറ്റവും മികച്ച ശക്തി ഇന്ത്യൻ പശുക്കളാണ്. നമ്മുടെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും നമ്മുടെ പശുക്കളെ രക്ഷിച്ചു. ഇന്ത്യൻ പശുക്കൾ 76 ഡിഗ്രി താപനില നിലനിർത്തുന്നു. ഈ ഭൂമിയിലെ മറ്റ് മൃഗങ്ങൾക്ക് അത്തരം ശക്തിയില്ല. ഇതിൻ്റെ പാല് കുടിക്കുകയും നെയ്യ് കഴിക്കുകയും ചെയ്യുന്നവർക്ക് അതിലെ യഥാർത്ഥ ശക്തി കാണാൻ കഴിയും. ശരി, ഇനി ഈ സെഗ്മെന്റിനെ കൂടുതൽ സവിശേഷമാക്കുവാൻ എന്നോടൊപ്പം 2 വിശിഷ്ടാതിഥികൾ ചേരുന്നു. ഞാൻ പരിചയപ്പെടുത്താം. എന്നോടൊപ്പം ചേരുന്നു പത്മശ്രീ ഡോക്ടർ ഹരിയോം, സംസ്ഥാന പരിശീലന ഉപദേഷ്ടാവ് പ്രകൃതി കൃഷി, മുൻ പ്രിൻസിപ്പൽ ശാസ്ത്രജ്ഞൻ ചൗധരി ചരൺ സിംഗ്, ഹരിയാന കാർഷിക സർവകലാശാല ഹിസാർ. സർ, അങ്ങേക്ക് സ്വാഗതം. അദ്ദേഹത്തോടൊപ്പം നമ്മോടൊപ്പം ചേരുന്നു ജോണി റാണ. വളരെ മികച്ചൊരു കർഷകനാണ്. അദ്ദേഹത്തിന്റെ അനുഭവത്തെ മനസ്സിലാക്കാം. എന്നാൽ ഏറ്റവും ആദ്യം ഡോക്ടർ ഹരിയോം, അങ്ങയിൽ നിന്ന് തുടങ്ങാം. സർ, ഭൂമിയുടെ ആരോഗ്യം, കൃഷിയിലെ ബുദ്ധിമുട്ടുകൾ, അങ്ങയ്ക്ക് വലിയ അനുഭവമുണ്ട് സാർ. ഇതിന്റെ പ്രാധാന്യം അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു സാർ? മണ്ണിന്റെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം? എങ്ങനെ ലാഭമുണ്ടാക്കാം? പ്രകൃതി കൃഷിയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? മണ്ണിൻ്റെ ആരോഗ്യം തൃപ്തികരമല്ല എന്നതായിരുന്നു നമ്മൾ ആദ്യം നേരിട്ട പ്രശ്നം. ഇതിനു പുറമെ ജലക്ഷാമവും ഇതൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുരുക്ഷേത്രയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഓരോ വർഷവും 3 മുതൽ 5 അടി വരെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ ആഗോള താപനവുമുണ്ട്. ആഗോളതാപനം ഭാവിയിൽ ഭൂമിയിലെ മുഴുവൻ ജീവികളെയും ബാധിക്കും. അത് എല്ലാവരെയും ബാധിക്കും. മനുഷ്യരെ മാത്രമല്ല, ഭൂമിയുടെ മുഴുവൻ ജീവിതത്തെയും അത് ബാധിക്കും. ഇതിനു പുറമെ യൂറിയയുടെ ഉപയോഗത്തിലും വർധനവുണ്ട്. ഇത് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. യൂറിയ കൂടുതലായി ഉപയോഗിച്ചാൽ അസന്തുലിതാവസ്ഥയുണ്ടാകും. ഒരു അസന്തുലിതാവസ്ഥയുണ്ട്. അവർ മണ്ണിൽ 1% അല്ലെങ്കിൽ 2% കൂടുതൽ നൽകുന്നു. പക്ഷേ അവർക്ക് 17% ആവശ്യമാണ്. ഇതുമൂലം ക്യാൻസറും മറ്റു രോഗങ്ങളും വർദ്ധിച്ചു വരികയാണ്. സാർ, തുടരുന്നതിന് മുൻപ് അങ്ങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചു. അത് ആഗോളതാപനമാണ്. പ്രകൃതി കൃഷിക്ക് എങ്ങനെയാണ് ആഗോളതാപനം കൈകാര്യം ചെയ്യാൻ കഴിയുക? രാസകൃഷിയും ജൈവകൃഷിയും താരതമ്യം ചെയ്യുമ്പോൾ ഏരിയ സ്കെയിൽ എമിഷൻ എന്നൊരു സംഗതിയുണ്ട്. അതായത് 1 ഏക്കറിൽ ജൈവകൃഷിയും മറ്റൊരു ഏക്കറിൽ രാസകൃഷിയും. ഇവിടെ ജൈവകൃഷിയിൽ മലിനീകരണം കുറവാണ്. രണ്ടാമത്തെ സ്കെയിൽ വിളവ് സ്കെയിൽ എമിഷനാണ്. ഇതിൽ സംഭവിക്കുന്നത് രാസകൃഷിയിൽ 30% വിളവ് ഉണ്ടെന്നിരിക്കട്ടെ, ജൈവകൃഷിക്ക് 2 മുതൽ 3 ഏക്കർ വരെ വേണ്ടിവരും ആ വിളവ് പൊരുത്തപ്പെടാൻ. വിളവ് സ്കെയിലുമായി പൊരുത്തപ്പെടുന്നതിന് അപ്പോൾ ഓർഗാനിക് കാർബണിന്റെ ഉദ്വമനം വർദ്ധിക്കുന്നു.
പ്രകൃതി കൃഷിയിൽ ഇതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? പ്രകൃതി കൃഷിയിൽ 3 എമിഷൻ വാതകങ്ങളുണ്ട്: കാർബൺ ഡൈ ഓക്സൈഡ്, മിഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്. ഇതിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന 3 വാതകങ്ങളിൽ 4 ഘടകങ്ങൾ ഉൾപ്പെടുന്നു: കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ഈ 3 വാതകങ്ങളും 4 മൂലകങ്ങളാൽ നിർമ്മിതമാണ്. ഈ 4 ഘടകങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്നു. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഈ 4 ഘടകങ്ങൾ നിങ്ങളുടെ പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ഈ 4 മൂലകങ്ങൾ നിങ്ങളുടെ ലിപ്പിഡുകൾ ഉണ്ടാക്കുന്നു. ഈ 3 ഘടകങ്ങളും സൂക്ഷ്മാണുക്കളുടെ കോശകലകളാണ്. കോശകലകൾ, അതായത് ചാണകപ്പൊടി പോലെയോ മറ്റെന്തെങ്കിലുമോ നമ്മുടെ ശരീരത്തിൽ ഇട്ടാലും ഈ സൂക്ഷ്മാണുക്കൾ അത് ഭക്ഷിക്കുകയും നമ്മുടെ ശരീരത്തെ നിലനിർത്തുകയും ചെയ്യുന്നു. സൂക്ഷ്മാണുക്കൾ ക്ഷയിക്കുമ്പോൾ ഓരോ 10 മുതൽ 20 മിനിറ്റിലും ഇരട്ടിയാകുന്നത് പോലെ അവ മരിക്കാൻ തുടങ്ങുന്നു. അവയുടെ ശരീരം ക്ഷയിക്കുമ്പോൾ അവ ഭാഗികമായി റെഡിമെയ്ഡ് ഭക്ഷണമായി മാറുന്നു. ആ റെഡിമെയ്ഡ് ഭക്ഷണം ഒരു സസ്യഭക്ഷണമാണ്. ആ ഭക്ഷണം കൊണ്ട് ചെടിയുടെ ശരീരം രൂപം കൊള്ളുന്നു. അത് സൈക്കിളിലേക്ക് വരുന്നു. അതായത് നമ്മൾ എന്ത് ഇട്ടാലും സൂക്ഷ്മാണുക്കൾ അത് തിന്നും. സൂക്ഷ്മാണുക്കൾ മരിക്കുമ്പോൾ അത് ഭാഗികമായി മാറുന്നു. ഹ്യൂമസ് സസ്യങ്ങൾ ഭക്ഷിക്കുന്നു. അത് സൈക്കിളിലേക്ക് വരുന്നു. ഇതിനെ സീക്വസ്ട്രേഷൻ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് ആഗോളതാപനത്തിന് കാരണമാകുന്ന ഈ 4 ഘടകങ്ങൾക്ക് ഈ പരിസ്ഥിതിയിലേക്ക് പോകാൻ കഴിയില്ല. അതിനാൽ ഇതിൽ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങളോട് പറയാത്ത വ്യത്യാസം ഞങ്ങൾക്ക് പറയാം. വളരെ പ്രധാന കാര്യങ്ങളാണ് സാർ അങ്ങ് പറഞ്ഞത്. പക്ഷേ കൃഷിക്കാരിലേക്ക് നമുക്ക് പോകണം. അതിനു മുൻപ് ജോണി റാണ, അങ്ങയോട് എന്താണ് ചെയ്യുന്നത്, എന്ന് മുതൽ ചെയ്യുന്നു, പ്രകൃതി കൃഷിയിൽ നിന്ന് എത്ര ഗുണമുണ്ടാകുമെന്ന് അങ്ങ് കരുതുന്നു? വ്യക്തിപരമായ ചില കാരണങ്ങളാൽ എൻ്റെ കുടുംബത്തിൽ അത്തരം ചില കാരണങ്ങൾ കണ്ടപ്പോൾ അത് ശരി. കുടുംബനാഥനായ എൻ്റെ പിതാവിനെ എനിക്ക് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഈ രോഗം എവിടെ നിന്ന് വന്നു? പിന്നീട് വിദഗ്ധരെയും ഡോക്ടർമാരെയും കണ്ടപ്പോൾ അവരിൽ നിന്നാണ് ഇതെല്ലാം നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടായതെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ ഇത് എവിടെ നിന്ന് വന്നു? അത് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് വന്ന് ഞങ്ങളുടെ പാത്രത്തിലെത്തി. അപ്പോൾ നമ്മളത് വളർത്തുന്നതും തിന്നുന്നതും കണ്ടപ്പോൾ ഈ രീതി മാറ്റിപ്പിടിച്ച് കഴിക്കാൻ സുരക്ഷിതമായ വിളകൾ വളർത്തിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇന്ന് ധാരാളം ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പക്ഷേ എവിടെയോ വെച്ച് അതിലെ പോഷകാഹാരം നഷ്ടപ്പെടുന്നു. അതോടൊപ്പം നമ്മുടെ പോഷകാഹാരവും ഇല്ലാതാകുന്നു. അതിലുള്ള വിഷം ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരം സ്വീകരിക്കുന്നില്ല. അതിൻ്റെ അനന്തരഫലം കാണാനും തുടങ്ങും. അങ്ങനെ നോക്കുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾക്ക് സ്വന്തം ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ കർഷകർ എന്തിനാണ്? ഒരു കർഷകന്റെ ലക്ഷ്യം ജീവജാലങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ വിഷം കലർന്ന ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നാം നമ്മുടെ ബിസിനസ്സിനോട് സത്യസന്ധത ഇല്ലാത്തവരാണ്. നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ ഉത്സാഹം കാണിക്കുമ്പോൾ അവിടെ ഒരു പ്രധാന വഴികാട്ടിയായി ഞങ്ങളുടെ സ്ഥാപനവും ഗുരുക്കന്മാരും അതുപോലെ നമ്മുടെ ഹരിയോംജിയെ പോലുള്ള വിദഗ്ധന്മാരും ഞങ്ങളുടെ പാത എളുപ്പമാക്കി. ഇന്ന് ഞങ്ങൾ പ്രകൃതി കൃഷി രീതിയിൽ 8 വർഷം പൂർത്തിയാക്കി. ഇന്ന് ഞങ്ങളുടെ വയലുകളും ഭൂമിദേവിയും ഞങ്ങൾക്ക് വരദാനമായി, അനുഗ്രഹമായി കാണുന്ന ധാന്യങ്ങൾ നൽകുന്നു. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കൂടാതെ ആർക്കെങ്കിലും പ്രകൃതിദത്ത കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ സഹായമില്ലാതെ കൃഷി ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നുവെങ്കിൽ അത്തരം ആളുകളെ ഞങ്ങളുടെ വയലുകളിലേക്ക് വരാനും ഞങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ കാണാനും ഞാൻ ക്ഷണിക്കുകയാണ്. ശിവകുമാർ നമ്മോടൊപ്പമുണ്ട്. ശിവകുമാർജി, അങ്ങേക്ക് സ്വാഗതം കൃഷി ചൗപ്പാലിലേക്ക്. നമസ്കാരം സാർ. എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? അങ്ങയുടെ അനുഭവങ്ങളൊന്ന് പറയൂ. നമസ്കാരം സാർ. ഞാൻ കർണാൽ ജില്ലയിലെ തിക്രി ഗ്രാമത്തിൽ നിന്നുള്ള ശിവകുമാർ പാഞ്ചാലാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷമായി പ്രകൃതി കൃഷി ചെയ്യുന്നു. ആചാര്യ ദേവവൃതിജിയുടെ ഈ ഗുരുകുലത്തിൽ നിന്നും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഗുരുജി ഡോക്ടർ ഹരി ഓംജിയിൽ നിന്നും എനിക്ക് ശരിയായ മാർഗനിർദ്ദേശം ലഭിച്ചു. ഈ വിദഗ്ധരിൽ നിന്ന് ഈ രീതി പഠിച്ചതിന് ശേഷം ഞങ്ങൾ അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിച്ചു. പ്രയോജനം ലഭിക്കുന്നുണ്ടല്ലോ. ഉണ്ട് സാർ. പ്രയോജനം ഉണ്ടായിരിക്കണം. നമ്മോടൊപ്പം മനോജ് ചേരുന്നു കൈത്താലിൽ നിന്ന്. കഴിഞ്ഞ 5-6 വർഷമായി ഞാൻ ഗോമാതാവിനെയും നമ്മുടെ മണ്ണിനെയും സേവിക്കുന്നു. ഗോമാതാവിനോടും മണ്ണിനോടും ചേർന്നുകൊണ്ട് ഞങ്ങൾ അശോക് നാച്ചുറൽ ഫാമിന്റെ മാതൃക വികസിപ്പിക്കുകയാണ്. ഞങ്ങൾ അതിനായി പ്രവർത്തിക്കുന്നു. ഇന്നുവരെ ഞങ്ങളുടെ ഫാമിന് പുറത്ത് എന്തെങ്കിലും വിൽക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം ഫാമിൽ തന്നെ വിറ്റുപോകുന്നുണ്ട്. അളവിന് വേണ്ടി ജോലി ചെയ്യരുത്, ഗുണനിലവാരത്തിന് വേണ്ടി ജോലി ചെയ്യുക. നിങ്ങൾ വില പേശേണ്ടതില്ല, അത് തന്നെ വിറ്റുപോയിക്കൊള്ളും. അത് സ്വന്തം ഭൂമിയിൽ തന്നെ വിൽക്കപ്പെടും. 37 കർഷകർ എന്നോടൊപ്പം ചേർന്ന് ഞങ്ങൾ പ്രകൃതി കൃഷി ചെയ്യുന്നു. ഞങ്ങൾ ഒരു പെർമാകൾച്ചറൽ മാതൃക വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മൾട്ടി ലെയർ കൃഷി. ഒരേ വളത്തിൽ, ഒരേ വെള്ളത്തിൽ, ഒരേ സമയം, ഒരേ അധ്വാനത്തിൽ, ഒരേ സമയം 4-5 വിളകൾ ഒരേ ലെയറിൽ. മാത്രമല്ല, ഈ കെമിക്കൽ മാർക്കറ്റുകളിൽ പോയാൽ ലാഭമില്ല, അതിൽ ബഹുമാനവുമില്ല. എല്ലാ സഹോദരങ്ങളോടും ഞാൻ ഇത് പറയുന്നു. കൃഷിയെയും ഗോമാതാവിനെയും മനസ്സിലാക്കുക. വളരെ നന്നായി, വളരെ നന്നായി. സച്ചിൻ എന്നാണ് എന്റെ പേര്. ഞാന് ഡൽഹിയിൽ ലോ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. പിന്നെ 2022 ഞാൻ നാച്ചുറൽ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർ ഹരിയോമിൽ നിന്ന് ട്രെയിനിങ് എടുത്തിട്ട്
ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ഞാൻ കോർപ്പറേറ്റിൽ നിന്ന് കൃഷിയിലേക്ക് വന്ന ഒരാളാണ്. എനിക്കുള്ള ഒരു വെല്ലുവിളിയൊന്നും ഒരു സാധാരണ കർഷകൻ ഒരിക്കലും ഉണ്ടാകില്ല. ബിക്കോസ് അവർക്ക് നേരത്തെ കൃഷിരീതികൾ അറിയാം. ഞാൻ പറയാൻ വന്നത് ഇതാണ്, അഥവാ ഞാൻ കോർപ്പറേറ്റിൽ നിന്ന് വന്ന് ചെയ്യുമ്പോൾ ഒരു നോർമൽ കർഷകൻ രാസവളം ഉപയോഗിക്കുന്നു. അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണ്ടേ നാച്ചുറൽ ഫാമിങ്ങിനെ കുറിച്ച്? പിന്നെ നമുക്കങ്ങനെ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനാകും. താങ്കളുടെ കൺസെപ്റ്റ് ക്ലിയർ ആണ്, പ്രകൃതി കൃഷിയാണ് മെച്ചം. അതെ, ശരി സർ, താങ്ക് യു സോ മച്ച്. യശ്പാൽ ജി. എല്ലാ കർഷകർക്കും നമസ്കാരം. ഞാൻ യശ്പാൽ. ഞാൻ രവാരിയിൽ നിന്നുള്ള ഒരു കർഷകനാണ്. 2017 മുതൽ ഞങ്ങൾ 40 ഏക്കർ സ്ഥലത്ത് പ്രകൃതി കൃഷി ചെയ്യുന്നു. ഇത് പൂർണ്ണമായും സുസ്ഥിരമാണ്. കൂടാതെ പ്രകൃതിദത്ത കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വിള പോഷകങ്ങൾ നിറഞ്ഞതാണ്. നേരത്തെ ഞങ്ങളും ജൈവകൃഷിയുടെ പിന്നാലെയായിരുന്നു. ഡോക്ടർ ഹരി ഓമിനെ കണ്ടു. പിന്നെ ഗുരുകുലത്തിൽ എത്തിയതു മുതൽ പ്രകൃതി കൃഷിയും ജൈവകൃഷിയും തികച്ചും വ്യത്യസ്തമാണെന്ന് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ പ്രകൃതിദത്ത കൃഷി സ്വീകരിച്ച ദിവസം മുതൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ NCR മുഴുവൻ ഒരു സാധാരണ കർഷകനേക്കാൾ 2 മുതൽ 2.5 മടങ്ങ് വരെ കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നു. സർ, ഷോയുടെ അവസാനത്തിലേക്ക് എത്തി. പക്ഷെ പോകുന്നതിന് മുൻപ് അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പ്രകൃതി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി? നോക്കൂ, ഇപ്പോൾ നമുക്ക് മുന്നിൽ ഒരു വഴിയുമില്ല. പ്രകൃതി കൃഷിയിലൂടെ മണ്ണിന്റെ ആരോഗ്യം വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ വർഷവും ഞാൻ മണ്ണിന്റെ സാമ്പിളുകൾ എടുത്ത് അംഗീകൃത സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും പരിശോധനയ്ക്ക് അയക്കും. ഇവിടെ 150 ഏക്കർ കൃഷിയിടത്തിൽ ആചാര്യജിയുടെ നേതൃത്വത്തിലാണ് പ്രകൃതിദത്ത കൃഷി നടക്കുന്നതെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുഴുവൻ ഫാമും ഓർഗാനിക് കാർബണിന്റെ റിച്ച് കാറ്റഗറിയിലേക്ക് വന്നിരിക്കുന്നു. ഇതൊരു സാധാരണ കാര്യമല്ല. ഇന്ത്യയിൽ ഇത് ലഭിക്കുക പ്രയാസമാണ്. ഇന്ത്യയിലെ ഓർഗാനിക് കാർബൺ 0.3, 0.4 ആണ്. ഈ ഫാമിലെ ഓർഗാനിക് കാർബൺ 0.8 മുകളിലാണ്. അത് 1.5 വരെ എത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പ്രകൃതി കൃഷിയിൽ ഏർപ്പെടുമ്പോൾ വിളവിനെക്കുറിച്ച് മറ്റൊരു ചോദ്യമുണ്ട്. വിളവ് 1-2 വർഷം കുറവാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ ചെലവുകൾ കുറയും. അതുകൊണ്ടാണ് നിങ്ങളുടെ അറ്റ വരുമാനം കുറയാത്തത്. രോഗങ്ങളെയും കീടങ്ങളെയും കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. കാർഷിക മേഖലയിൽ 60 മുതൽ 70% വരെ രോഗങ്ങളും വരുന്നത് ജൈവകൃഷിയിൽ നിന്നാണ്. അങ്ങ് പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങളെയും സ്പർശിച്ചു. എന്നാൽ നമുക്കുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു സാർ. കൂടുതൽ സമയം ലഭിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. അപ്പോൾ കൃഷി ചൗപ്പാൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത് കൃഷി മന്ത്രാലയത്തിന്റെയും ദൂരദർശൻ കിസാന്റെയും സംയുക്തമായ അവതരണമാണ്. ഇതിന്റെ പേരാണ് കൃഷി ചൗപ്പാൽ. ഞങ്ങൾക്ക് ഒരു തിടുക്കവുമില്ല നിങ്ങളെയൊക്കെ വാർത്ത കാണിക്കുന്നതിനായി. ഞങ്ങളെ സംബന്ധിച്ച് വാർത്തയുടെ അർത്ഥം നിങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കുക എന്നതാണ്. അറിവുകൾ എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഗുണം ലഭിക്കണം. ലോകത്തിലെ നിറം പിടിപ്പിച്ച വാർത്തകളുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. താല്പര്യം നിങ്ങളോടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് ദൂരദർശൻ കിസാനാണ്. നിങ്ങളോടൊപ്പം 24 മണിക്കൂറും 7 ദിവസവും ഉണ്ടാകും. ഞങ്ങളാണ് നിങ്ങളോടൊപ്പം നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, മലയാഞ്ചലിന്റെ കൊടുമുടി മുതൽ വിന്ധ്യാചലത്തിന്റെ മുറ്റം വരെ നിങ്ങളോടൊപ്പം ഈ മുഴുവൻ യാത്രയിലും ഞങ്ങൾ തുടരും. നിങ്ങളും എന്നോടൊപ്പം ഈ യാത്ര തുടരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ പ്രതീക്ഷയിലും ഈ വിശ്വാസത്തിലും കൃഷി ചൗപ്പാൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി എല്ലാവരും ഇത് കണ്ടതിന്. താങ്ക് യു സോ വെരി മച്ച്.